السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين. أما بعد. സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. പുണ്യ റമളാൻ അനുകൂലമായി സാക്ഷിയാകുന്ന മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. ലൈലത്തുൽ ഖദറിന്റെ അനുഗ്രഹാനുഭൂതി ലഭിച്ചവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ചേർക്കട്ടെ. അള്ളാഹുവിന്റെ നരകമോചിതർ എന്ന പട്ടിക തയ്യാറാക്കുന്ന ആ സന്ദർഭത്തിൽ നരകമോചിതർ ആവാനുള്ള യോഗ്യത അള്ളാഹു നമുക്ക് നൽകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പരിശുദ്ധ റമളാനിൽ എല്ലാവരും കാത്തിരിക്കുന്നതും റമളാനിലെ കൂടുതൽ അധ്വാനം ചെന്നു ചേരുന്നതും ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന ആ മഹത്തായ അനുഭവത്തെ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അള്ളാഹുവിന്റെ അമ്പിയാക്കൾ പോലും അത് ആഗ്രഹിച്ചിട്ടുണ്ട്. സയ്യിദുനാ റൂഹുല്ലാഹി നബി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് അവസാന കാലഘട്ടത്തിലെ സമൂഹത്തിന് ഉണ്ടാകുന്ന ലൈലത്തുൽ ഖദറിന്റെ അനുഭവത്തെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാവുകയും അള്ളാഹുവോട് അത് സംബന്ധമായി ദുആ ചെയ്യുകയും ചെയ്തിരുന്നു. ആ ലൈലത്തുൽ ഖദറിന്റെ പ്രതിഫല പ്രവാഹത്തിൽ എനിക്കും അംഗമാവണം അല്ലാഹ്. ആ ദുആ അല്ലാഹു സ്വീകരിച്ചതിന്റെ ഭാഗമായി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖിയാമത്ത് നാളിന്റെ മുന്നേ ഉള്ള സമയത്ത് ഭൂമിയിലേക്ക് വരുമ്പോൾ ഈ സമുദായത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ അന്ന് ദുആ ചെയ്തതിന്റെ ഫലം അനുഭവിക്കാൻ അവസരം ഉണ്ടെന്ന് ഔകമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈസാ നബിക്ക് ലൈലത്തുൽ ഖദറിന്റെ അനുഭവം ഉണ്ടാകുമെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാന്മാർ ആഗ്രഹിച്ചത് അങ്ങനെയാണ്. ലൈലത്തുൽ ഖദറിന്റെ രാവ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വിധി നിർണയത്തിന്റെ രാവ് എന്ന് പറയാം. അതിന് അന്നത്തെ ദിവസം 1000 മാസങ്ങൾക്ക് അമലുകൊണ്ട് അള്ളാഹു നൽകുന്ന പരിഗണന എന്തോ അതിനേക്കാൾ എന്നാ പറഞ്ഞത്. ഖൈറും മിൻ അൽഫി ശഹർ. അതിനേക്കാൾ എന്ന് പറഞ്ഞത് എത്രയാണെന്ന് നമുക്കറിയില്ല. 1001 അല്ല. 1000 മാസത്തെ തുടർച്ചയായ സ്വീകാര്യമായ അമലിന്റെ ശ്രേഷ്ഠത അല്ല അതിനേക്കാൾ. അതിനേക്കാൾ എന്ന് പറയുന്നത് എത്ര വലിയ തോതിലാണ് അള്ളാഹു കണക്കാക്കുക. പടച്ചറബിന്റെ കയ്യിലുള്ളത് ഇരട്ടി. അത് ഒരിരട്ടിയല്ല. അവന്റെ നന്മയുടെ രംഗത്തെ ഇരട്ടിപ്പിക്കൽ തുടങ്ങുന്നത് തന്നെ ചില സന്ദർഭങ്ങൾ ഹദീസ് പറയുന്നത് 7 എന്നാണ്, ചിലത് 10 ആണ്. 7, 70, 7000 അങ്ങനെ പോവും. 10, 100 അങ്ങനെ പോവും. ഈ രീതിയിൽ അള്ളാഹുവിന്റെ ഇരട്ടിപ്പിക്കൽ ചിന്തിച്ചാൽ 1000 മാസം നമ്മൾ ഇബാദത്ത് ചെയ്യുകയും ആ ഇബാദത്ത് അള്ളാഹു കബൂലാക്കുകയും ചെയ്താൽ 1000 മാസം നിരന്തരം ഇബാദത്ത് ചെയ്തു വിശ്രമമില്ലാതെ, എന്നാൽ അള്ളാഹു അത് കബൂലാക്കുകയും ചെയ്താൽ എന്താണോ പരിഗണന, ആ പരിഗണന തന്നെ ചിന്തിക്കാൻ കഴിയില്ല. അതിനേക്കാൾ അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ടുള്ള അതിനേക്കാൾ എത്ര ഇരട്ടിയാ പിന്നെ അള്ളാഹു അതിലേക്ക് ആഡ് ചെയ്യുക എന്നും പറയാൻ കഴിയില്ല. അങ്ങനെ ഒരു അനുഭവം, അങ്ങനെ ഒരു പ്രതിഫലം നമ്മുടെ ഏടിൽ രേഖപ്പെടുത്താനുള്ള ഒരു പരിശ്രമത്തിന്റെ സമയത്തെയാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയാം. മുഅ്മിനാണോ ലൈലത്തുൽ ഖദറിനോട് ആർത്തി ഉണ്ടാകുമെന്നത് തീർച്ചയാണ്. നമ്മൾ ലൈലത്തുൽ ഖദറിന്റെ രാവ് മുഴുവനും ഹയാത്താക്കണം എന്നില്ല. ആ ഹയാത്താക്കലിൽ ഏതെങ്കിലും ഒന്ന് ആ രാവിന്റെ സന്ദർഭത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പറയപ്പെട്ട പ്രതിഫലമുണ്ടെന്നാണ്. അപ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യം എത്ര വലുതാണ് എന്ന് നാം മനസ്സിലാക്കാം. അള്ളാഹു കൊടുക്കാൻ അങ്ങ് തീരുമാനിച്ചു വെച്ചിരിക്കുക.
എൻ്റെ അടിമ ഒന്ന് ചോദിച്ചാൽ മതി, അത്രയുണ്ട് അവൻ്റെ കയ്യിൽ കൊടുക്കാൻ. ഒന്ന് കാത്തിരിക്കാവണ്, കാത്തിരിക്കുന്നത് ഒന്ന് ചോദിച്ച് കിട്ടിയാ കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്തേ എന്നിട്ടും ചോദിക്കാത്തത്? എന്തേ അതിനുവേണ്ടി ഒന്നും ഒരുങ്ങാത്തത്? അത്ര മോശമാവാൻ പറ്റുമോ? പരിശുദ്ധ റമളാനിന്റെ അവസാന സന്ദർഭങ്ങളിൽ ലൈലത്തുൽ ഖദറിന് വേണ്ടിയുള്ള പരിശ്രമം ഉണ്ടായേ പറ്റൂ. ഈ ആയുസ് അള്ളാഹുവിന്റെ മുന്നിൽ വിചാരണ ചെയ്യാനുള്ളതാണല്ലോ. ഉറപ്പായും ചോദിക്കൂലോ, അള്ളാഹുവേ, ഒരു ലൈലത്തുൽ ഖദറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു റമളാന് ഒരു പരിശീലനം അല്ലെങ്കിൽ ഒരു പരിശ്രമം എന്റെ ഭാഗത്തുനിന്നുണ്ടായതായി ഞാൻ ഓർക്കുന്നു. ഒരു ഉത്തരമെങ്കിലും പറയാൻ നാണം കെട്ട് തല താഴ്ത്തിപ്പിടിച്ചു നിൽക്കാതെ എന്തെങ്കിലും ഒന്ന് പറയാൻ ഒരായുസ് കൊണ്ട് നമുക്ക് കഴിയണം. ചെറിയ ചെറിയ നിർദ്ദേശങ്ങൾ ലൈലത്തുൽ ഖദറുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുങ്ങേണ്ടതിനെ കുറിച്ചുള്ള ചെറിയ ചെറിയ നിർദ്ദേശങ്ങൾ മാത്രമാണ് നമ്മുടെ ഈ കൂടിക്കാഴ്ചയിൽ ആഗ്രഹിക്കുന്നത്. അള്ളാഹു നമ്മുടെ അറിവിൽ ബർക്കത്ത് നൽകട്ടെ. അമൽ ചെയ്യാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. ഹയാത്താക്കാൻ ഉദ്ദേശിച്ച ആദ്യം വേണ്ടത് എന്താണെന്നറിയോ? രാത്രിയാണല്ലോ ഹയാത്താക്കുന്നത്. രാത്രി ഹയാത്താക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് ആദ്യം സുന്നത്ത് മുസ്തഹബ്ബുൻ നൗം വഖ്തൽ ലഹീറ ഇൻ അംകന. ആരും ശ്രദ്ധിക്കാറില്ല. സാധിക്കുമെങ്കിൽ പകല് കിടന്ന് ഉറങ്ങണം, സുന്നത്താണിത്. ലൈലത്തുൽ ഖദർ ഹയാത്താക്കാൻ ഉദ്ദേശിക്കുന്ന ആള്, ഹയാത്താക്കാന്ന് പറഞ്ഞാൽ അമൽ ചെയ്തുകൊണ്ട് ഹയാത്താക്കാൻ ഉദ്ദേശിക്കുന്ന ആള് ആരോഗ്യം ശ്രദ്ധിക്കണം. അന്ന് രാത്രി ഹയാത്താക്കാനുള്ളതാണെങ്കിൽ പകല് ക്ഷീണം വരുന്ന കാര്യങ്ങൾക്ക് പോകാൻ പാടില്ല. ഒരു ദീർഘയാത്ര, പകല് ദീർഘയാത്ര, രാത്രി ഹയാത്താക്കൽ പറ്റൂല. ഒരു മനുഷ്യനെ ആസ്വദിച്ച് വേണം ഹയാത്താക്കൽ നടക്കേണ്ടത്. ആസ്വദിച്ച് വേണം, ഏകാഗ്രത. ആ ഒരു രാത്രി മൊബൈലിനെ കുറച്ച് അകറ്റി നിർത്താൻ കഴിയണം. സ്ത്രീകൾക്ക് പിന്നെ അത് പ്രശ്നമല്ല. അവർ നോർമൽ ടൈമിൽ തന്നെ മൊബൈലായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ഒരു വീട്ടിലേക്ക് എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കാൻ പുറത്തുനിന്ന് ഭർത്താവ് ഒരു 10 പ്രാവശ്യം വിളിച്ചാലോ ചിലപ്പോ അവരെടുക്കുക. അത് ദുനിയാവിൽ അവർ വേണ്ടാന്ന് വെച്ചിരിക്കുന്ന സാധനമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. പക്ഷെ ആണുങ്ങൾക്ക് അങ്ങനെയല്ല. ഒരു 5 മിനിറ്റ് ഇതിനെ മാറ്റി നിർത്താൻ കഴിയില്ല. എല്ലാവർക്കും ഇല്ല, ചിലർക്ക്. അപ്പോൾ രാത്രിയിൽ ഹയാത്താക്കണോ, പകലിൽ അതിന്റെ ഒരുക്കങ്ങൾ വേണം. ദീർഘയാത്രകൾ, ഒരുപാട് വെയിൽ കൊണ്ട് ക്ഷീണിക്കുന്ന അവസ്ഥകൾ പകല് പാടില്ല. പറ്റുമെങ്കിൽ ഇൻ അംകന, പറ്റുമെങ്കിൽ പകല് നന്നായി ഉറങ്ങിയിരിക്കണം എന്നതാണ് ഒന്നാമത്തേത്. മാത്രവുമല്ല, കുറഞ്ഞ ഭക്ഷണം കൊണ്ട് ആ രാത്രിയെ അവൻ നേരിടണം. അങ്ങനെയാണ് പറഞ്ഞത്. നോമ്പുതുറ കഴിഞ്ഞ് യുദ്ധം ചെയ്യാൻ നിൽക്കരുത്. നോമ്പുതുറ കഴിഞ്ഞാൽ ഒരു ലിമിറ്റില് ഒരുപാട് ഭക്ഷണം കൊണ്ട് വയറ് നിറച്ച് ക്ഷീണിതനാവരുത്. വയറ് നിറഞ്ഞ അപ്പോൾ ഉറങ്ങും. അപ്പോൾ ഉറങ്ങുക എന്നത്, ചില ആളുകൾ ലൈലത്തുൽ ഖദർ ഹയാത്താക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ ഏറ്റവും വൃത്തിയുള്ള ബെഡ്ഷീറ്റും ഒരു തലയണയായിട്ട് പള്ളിയിലേക്ക് വരും. എന്തിനാണ് ഹയാത്താക്കാൻ പോവാ? അത് ഹയാത്താക്കലല്ല, അത് മമാത്താക്കലാണ്. ഉറങ്ങണ്ടെന്നല്ല പറഞ്ഞത്. ഉറക്കവും എഴുത്തിക്കാഫിന്റെ നെയ്യത്ത് കൊണ്ട് അമലാണ്. അതൊക്കെ ഏറ്റവും ലാസ്റ്റുള്ള ഓപ്ഷനാണ്. അമൽ ചെയ്യാൻ 1 മണിക്കൂറേ കിട്ടുള്ളെങ്കിൽ അത് ആസ്വദിച്ച് തന്നെ ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഫഹാദാ യുസാഇദു അലാ ഇഹ്യാഇൽ ലൈലത്തി ബിനശാത്തിൻ വതാഖ. ഈ പറയപ്പെട്ട പോലെ പകല് ക്ഷീണമുള്ള കാര്യങ്ങൾ ഒഴിവാക്കി, രാത്രിയിൽ നേരത്തെ ഉറക്കം വരാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളെ പകലിൽ ഒഴിവാക്കി, ദീർഘയാത്രകൾ, വെയിലുകൊള്ളൽ, കഠിനാധ്വാനങ്ങളൊക്കെ ഒഴിവാക്കി പകല് ഒരല്പം ഉറങ്ങാൻ കിട്ടിയാൽ ഉറങ്ങുകയൊക്കെ ചെയ്ത് റെഡിയായി നിൽക്കണം. അതെന്തിനാണ്? യുസാഇദു അലാ ഇഹ്യാഇൽ ലൈല, ലൈലത്തുൽ ഖദർ ഹയാത്താക്കാൻ സഹായകരമാണിത്. ബിനശാത്തിൻ വതാഖ, ആരോഗ്യത്തോടെയും ഉന്മേഷത്തോടെയും. ഇത് രണ്ടും വേണേ. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളതായ വഴക്ക് പണക്കങ്ങളിലേക്കൊക്കെ ഒന്ന് പോയതുണ്ടെങ്കിൽ അതൊക്കെ ഓർത്തെടുത്ത് പകല് തന്നെ അത് പരിഹരിച്ച് റെഡിയായി നിന്നോണം. പകല് തന്നെ അത് പരിഹരിച്ച് പൊരുത്തപ്പെടിക്കലൊക്കെ നടത്തി റെഡിയായി നിൽക്കണം. കഴിഞ്ഞ ആഴ്ചയാണ് വാപ്പായും മകനും തമ്മിൽ ഒരു ചെറിയ എന്തോ വാക്കുതർക്കുണ്ടായത്. പകല് തന്നെ വാപ്പാനെ കൊണ്ട് പൊരുത്തപ്പെടിക്കണം. രാത്രി ലൈലത്തുൽ ഖദർ ഹയാത്താക്കുന്ന ആണുങ്ങൾ പകല് മരണപ്പെട്ടു പോയ കാരണവന്മാർക്കൊക്കെ ഒന്ന് സിയാറത്ത് ചെയ്യുന്നത് നല്ലതാണ്. ഒരു പൊരുത്തം നല്ലതാണ്. ഇങ്ങനെയുള്ള ഒരുക്കങ്ങൾ
നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നതാണ് ആമുഖമായി പറയാനുള്ളത്. പിന്നെ കേട്ടോളൂ, ആ രാത്രിയിൽ ലൈലത്തുൽ ഖദ്ർ ഹയാത്താക്കേണ്ട രാവ് ഏത് രാവാണോ ആ രാത്രിയിൽ നമുക്ക് 17 മുതൽക്ക് തുടങ്ങാമെന്നാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. 17 മുതൽക്ക് നമുക്ക് അറ്റ്ലീസ്റ്റ് തുടങ്ങണം. 17-ാം രാവ് മുതൽ 7 രാത്രികൾ 17, 19, 21, 23, 25, 27, 29. കാരണം ഈ 7 എന്ന കണക്ക് ആഴ്ചയിൽ ഓരോ ദിവസം അടിസ്ഥാനപ്പെടുത്തി ലൈലത്തുൽ ഖദ്ർ മാറി വരും. റമദാന്റെ പിറവി ചൊവ്വാഴ്ചയാണെങ്കിൽ ലൈലത്തുൽ ഖദ്ർ എപ്പോഴാണെന്നാ പറഞ്ഞത്? 27-ാം രാവിനാവാനാണ് സാധ്യത. ബുധനാകുമ്പോൾ മറ്റൊരു ദിവസം, വ്യാഴം മറ്റൊരു ദിവസം, അങ്ങനെ 7 ദിവസങ്ങളിൽ 7 തരത്തിൽ വരാൻ സാധ്യതയുണ്ടെന്ന് മഹാനായ അബുൽ ഹസൻ ഷാദുലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ പരീക്ഷിച്ചറിഞ്ഞ അറിവാണ് എന്ന് പ്രഖ്യാപിച്ചത് ഇമാം സാവി അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതുമാത്രമല്ല, റമദാന്റെ അവസാനത്തെ എല്ലാ രാത്രിയിലും എന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. ഒറ്റരാവ് മാത്രമല്ല, ഒറ്റരാവിൽ കൂടുതൽ സാധ്യത, എന്നാലും കുറഞ്ഞ സാധ്യതയും പരിഗണിച്ചിട്ടുണ്ട്. അപ്പൊ ഏതായാലും നമ്മൾ ഈ ഹയാത്താക്കുക എന്നത് 1 മണിക്കൂറെങ്കിലും ഹയാത്താക്കാൻ മാറ്റിവെക്കാം. അത് പള്ളിയിലേക്ക് വരാൻ സാധിക്കുന്ന ആണുങ്ങൾക്ക് അങ്ങനെ, പള്ളിയിലേക്ക് വരുന്നതിനേക്കാളും അവർക്ക് കുറച്ചും കൂടി വീട്ടിലാണ് കംഫർട്ട്, എന്നാൽ ഹയാത്താക്കൽ ഒഴിവാക്കണ്ട. ഹയാത്താക്കുന്നിടത്ത് ആ രാത്രിയിൽ നമ്മുടെ നിസ്കാരങ്ങളൊന്ന് ശ്രദ്ധിക്കണം. മിനൽ മുസ്തഹബ്ബി ഫിൽ ലൈലത്തിൽ ഖദ്ർ ഫി ലൈലത്തിൽ ഖദ്രി അൽഇക്താറു മിനസ് സ്വലാഹ്. നിസ്കാരം വർദ്ധിപ്പിക്കണം. അന്നത്തെ രാത്രി നിസ്കാരം വർദ്ധിപ്പിക്കണം. അത് ഫർള് ഖളാ വീട്ടിക്കൊണ്ടാവാം, അതുപോലെ തന്നെ ചില പ്രത്യേകമായ സുന്നത്ത് നിസ്കാരങ്ങൾ കൊണ്ട് ബിഖാസത്തിൻ ഫി സുലുസിൽ അഖീരി മിൻ ഹാദിഹിൽ ലൈല, രാവിന്റെ അവസാനത്തെ 1/3 നിസ്കാരം കൊണ്ട് ഹയാത്താക്കലാണ് ഏറ്റവും നല്ലത് എന്ന് മഹാന്മാർ പറയുന്നുണ്ട്. രാത്രിയുടെ, അതായത് സുബഹിയുടെ മുമ്പുള്ള സമയത്തേക്ക് നിസ്കാരങ്ങളെ മാറ്റിവെക്കുക എന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് മഹാന്മാർ പറയുന്നുണ്ട്. ഏതായാലും അന്നത്തെ ദിവസം തസ്ബീഹ് നിസ്കരിക്കാം. അന്നത്തെ ദിവസം ആ രാവിലെ തസ്ബീഹ് നിസ്കരിക്കാം. തസ്ബീഹ് നിസ്കാരമൊക്കെ പലപ്പോഴും നമ്മൾ പറഞ്ഞാൽ ദീർഘമാക്കുന്നില്ല. തസ്ബീഹ് നിസ്കാരം ആ രാത്രിയിൽ നിസ്കരിക്കാവുന്നതാണ്. രാത്രിയിലാണ് തസ്ബീഹ് നിസ്കരിക്കുന്നതെങ്കിൽ ഈ രണ്ട് റക്അത്തിലെ സലാം വീട്ടിലാണ് അഫ്ദൽ. പകലാണ് തസ്ബീഹ് നിസ്കരിക്കുന്നതെങ്കിൽ 4 റക്അത്ത് ഒറ്റ സലാമിൽ ഒരുമിച്ച് നിസ്കരിക്കലാണ് അഫ്ദൽ. 2ആയിട്ട് നിസ്കരിച്ചാലും കുഴപ്പമില്ല, തസ്ബീഹ് നിസ്കരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിത്ർ നിസ്കാരം 11 റക്അത്ത് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നിസ്കരിക്കാം. ഹയാത്താക്കുന്നത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും തഹജ്ജുദിന്റെ കാര്യം അവിടെ ചോദ്യമാണ്. ഉറങ്ങാതിരിക്കുന്നതിനാണ് ഹയാത്താക്കുക എന്ന് പറയാം. അപ്പൊ ഒരു പക്ഷേ തഹജ്ജുദ് ഒരു പക്ഷേ പറ്റിക്കൊള്ളണമെന്നില്ല. ഇനി തഹജ്ജുദിന് വേണ്ടി ഒരാൾ ഉറങ്ങുമെങ്കിൽ അവർക്ക് തഹജ്ജുദ് നിസ്കരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അവ്വാബി നിസ്കാരം ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അവ്വാബി നിസ്കാരം നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. കുറെ ആളുകൾ, പുതിയ ആളുകൾ വന്നിരിക്കുന്ന പോലെ തോന്നുന്നു. അവ്വാബി നിസ്കാരം വേണമെങ്കിൽ ഒന്ന് ഓടിച്ചു പറയാം. അവ്വാബി നിസ്കാരം എന്നത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രധാന സുന്നത്താണ്. ആ അവ്വാബി നിസ്കാരം ഒരാൾ നിസ്കരിക്കുക വഴി ആ മനുഷ്യന്റെ ഈമാൻ സലാമത്താകുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ സയ്യിദുൽ ബക്രി അവിടുത്തെ ഇആനത്തു താലിബീനിൽ ഹദീസ് പറയുന്നതായി കാണാം. അന്നഹബ്ബാനി ഹഫളല്ലാഹു അലൈഹി ഈമാന, അല്ലാഹു തന്റെ ഈമാൻ സംരക്ഷിക്കണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഫൽയുസല്ലി റക്അത്തൈനി ബഅദ സുന്നത്തുൽ മഗ്രിബ്, മഗ്രിബ് നിസ്കാരത്തിന്റെ സുന്നത്തിന് ശേഷം 2 റക്അത്തെങ്കിലും നിസ്കരിക്കണമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഗ്രിബിന്റെ സുന്നത്തിന് ശേഷം 2 റക്അത്തെങ്കിലും, അത് അവ്വാബി നിസ്കാരമാണ്. ആ നിസ്കാരത്തിൽ അവൻ ഓതേണ്ടത് ഫീ കുല്ലി റക്അത്തിൻ, ഓരോ റക്അത്തിലും ഓതേണ്ടത് ഒരു ഫാത്തിഹ, സാധാരണ ഓതുന്ന ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ് 6 എണ്ണവും ഫലഖ് 1 എണ്ണവും നാസ് 1 എണ്ണവും, അങ്ങനെയാണ് ഓതേണ്ടത്. എല്ലാ റക്അത്തിലും അങ്ങനെയാണ് അവ്വാബി നിസ്കരിക്കേണ്ടത്. അവ്വാബി നിസ്കാരം 6 റക്അത്ത് നിസ്കരിക്കാം. 20 മുതൽ താഴേക്ക് ഈ 2 റക്അത്തുകളിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്നത് 6 നിസ്കരിക്കാം, 4 നിസ്കരിക്കാം. പക്ഷെ ഒരു നിബന്ധനയേ ഉള്ളൂ. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞതിന്റെ സുന്നത്ത് നിസ്കരിച്ചിട്ട് അവിടെ പിന്നെ വേറെ സംസാരങ്ങൾ പാടില്ല. വർത്താനം കൊണ്ട് മുറിഞ്ഞു കഴിഞ്ഞാൽ അവ്വാബിന്റെ ചാൻസ് പോയി. അപ്പൊ അവ്വാബി നിസ്കരിക്കാവുന്നതാണ്. വേഗം പറയാം, അവ്വാബി നിസ്കാരങ്ങൾ ഉണ്ടാകാവുന്നതാണ്. അതുപോലെ തന്നെ ആ രാത്രിയില് സൂറത്ത് യാസീൻ, തബാരക, വാഖിഅ, അങ്ങനെ പതിവാക്കേണ്ട സൂറത്തുകളൊക്കെ ഉണ്ടാവാം. അറ്റ്ലീസ്റ്റ് ഈ 3 സൂറത്തെങ്കിലും ഹയാത്താക്കുന്ന രാത്രിയിൽ നമ്മൾ ഓതി വെച്ചേക്കണം.
ഏതൊക്കെയാ? സൂറത്ത് യാസീൻ, തബാറക്ക, വാഖിഅ. ഈ 3 ഉണ്ടായിരിക്കണം. എല്ലാ രാത്രിയിലും ഓതിപ്പതിവുള്ളതൊക്കെ അന്ന് ഉണ്ടാവുക എന്നത് പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ചെയ്യുന്ന കർമ്മങ്ങൾക്കിടയിലൊക്കെ ഇടക്കിടക്ക് ദുആ ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാം കൂടി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ദ്വാരക്കലല്ല. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചിരുന്നു, ഒരാള് അമലിന്റെ ഇടയിൽ ഇങ്ങനെ ദ്വാരന്ന് പോവിൽ അള്ളാഹുവിന് വലിയ ഇഷ്ടം. സ്വർഗത്തിന്റെ 8 കവാടവും തുറക്കാൻ അത് കാരണമെന്ന് പുണ്യ നബി ഇടക്കിടക്ക് ദ്വാ ചെയ്തുകൊണ്ടിരിക്കാം. കുറെ വേണ്ട, അല്പാൽപ്പായിട്ട് നല്ലോണം കണ്ണ് നനഞ്ഞങ്ങോട്ട് ദ്വാരന്ന് പോണം. ഓർമ്മ വരണ കാര്യം, ഞാൻ പലപ്പോഴും ഉംറക്കും ഹജ്ജിനൊക്കെ പോകുന്ന ആളുകളോട് ഒരു ഉപദേശം പറയാറുണ്ട്. നിങ്ങൾക്ക് ദ്വാരക്കാൻ ഓർമ്മ വന്നത് ആ റോഡിൽ വെച്ചാണെങ്കിൽ നേരെ ഖിബിലല്ലേ അങ്ങ് നിൽക്കുക, ഒരു സൈഡിലേക്ക് മാറിയിട്ട് ഹംദ് സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട് അങ്ങോട്ട് ദ്വാരക്കാം. ഒതു വേണമെന്നൊന്നുമില്ല. ഹറമാണത് എന്ന് പറഞ്ഞ പോലെ ലൈലത്തുൽ ഖദ്ർ ഹയാത്താക്കുന്ന ആള്, അല്ലെങ്കിൽ ഏത് അമലുമായി ബന്ധപ്പെട്ട് കുറച്ചുനേരം പടച്ചവന് വേണ്ടി ഹയാത്താക്കാൻ തീരുമാനിച്ചത് ലൈലത്തുൽ ഖദ്റിന് തന്നെ വേണമെന്നില്ല. എപ്പോഴാണെങ്കിലും ഇടക്കിടക്ക് ഇങ്ങനെ ദ്വാരന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. നമ്മുടെ മനസ്സ് റീഫ്രഷ് ചെയ്യലാണ്. ഈ കമ്പ്യൂട്ടറിന്റെ മൗസ് വെച്ചിട്ട് റീഫ്രഷ് അടിക്കുന്ന മാതിരി നമ്മൾ ഇടക്കിടക്ക് ഇങ്ങനെ ദ്വാരക്കുന്നത് നമ്മുടെ ഖൽബ് റീഫ്രഷ് ചെയ്യലാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതൊരു ശീലമായി കഴിഞ്ഞാൽ ഒരു ടെൻഷനും ആ മനുഷ്യനില്ലെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവന്റെ ഹമ്മുകൾ, അവന്റെ നീറുന്ന ചിന്തകൾ അള്ളാഹു ദൂരീകരിക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ നമ്മള് യാസീൻ, തബാറക്ക, വാഖിഅ എങ്കിലും അന്ന് മുടങ്ങാതെ ചെയ്തിരിക്കണം എന്നതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഏകദേശം ഒരു 10ഓളം ദിക്റുകളാണ്. 10ഓളം ദിക്റുകൾ. പറ്റുന്നതൊക്കെ പറ്റുന്നത് ചെയ്യാ. ഇതിലേതെങ്കിലുമൊക്കെ ചെയ്താലും ഇതൊക്കെ ഇതിനകത്ത് സൂട്ടബിൾ ആണ്. അല്ലാതെ ഇതെല്ലാം കൂടി ചെയ്യണമെന്നില്ല. 10 ഞാൻ ഏകദേശം ഒരു ഓപ്ഷണലായി പറയാം. 10 ഇഷ്ടമുള്ളത് എടുക്കുക ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഐഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ടല്ലോ, وإن أفضل ما يستحب فيه الدعاء ليلة القدر ما جاء عن أم المؤمنين عائشة رضي الله عنها حيث قالت. ഐഷ റളിയല്ലാഹു അൻഹയാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന ദിക്ർ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മഹദി അവர்கள் ചോദിച്ചല്ലോ, യാ റസൂലല്ലാഹ് അറഅയ്ത ഇൻ വഫഖതു ലൈലത്തുൽ ഖദ്രി മാ അദഉ. നബിയെ, ഞാൻ ഇബാദത്ത് ചെയ്യുന്നുണ്ട്, ലൈലത്തുൽ ഖദ്റിന്റെ രാവ് എന്ന പ്രതീക്ഷയിൽ തന്നെ ചെയ്യുന്നത്. യാദൃച്ഛികമായി നമ്മൾ അറിയുന്നില്ലല്ലോ അത് ലൈലത്തുൽ ഖദ്ർ ആണ് എന്നൊരു തോന്നലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഭവം ആയി എനിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു സാഹചര്യമാണെന്ന് എന്റെ മനസ്സ് പറയാണ് എങ്കിൽ, അങ്ങനെ ഒരു ബോധ്യപ്പെടൽ സംഭവിക്കുമ്പോൾ ഞാൻ എന്താണ് നബിയെ കൂടുതൽ അള്ളാഹുവോട് ചോദിക്കേണ്ടത്? ഒരു ദുആ അല്ലെങ്കിൽ ഒരു ദിക്ർ. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, തഖൂലീൻ അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. അങ്ങനെ ദ്വാരുന്നു, അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. അല്ലാഹുവേ, നീ മാപ്പാണ്, നീ മാപ്പ് കൊടുക്കുന്നവനാണ്. മാപ്പ് കൊടുക്കൽ നിനക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. ഫഅഫു അന്നീ, എനിക്ക് നീ മാപ്പ് നൽകണേ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അഫു എന്നത് മാപ്പ് മാത്രമല്ല, നമ്മുടെ അഭിമാന സംരക്ഷണവും കൂടിയാണ്. അഫു എന്നത് അതോടെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. അഫു എന്നത് മാപ്പ് മാത്രമല്ല, നമ്മുടെ അഭിമാന സംരക്ഷണവും കൂടിയാണ്. നാം ചെയ്യുന്ന തെറ്റുകളെ കറക്കളഞ്ഞ അള്ളാഹു മാച്ചുകളെ. അങ്ങനെ ഒരു തെറ്റി മനുഷ്യൻ ചെയ്തിട്ടേ ഇല്ല. അവന്റെ ഏടിൽ അങ്ങനെ ഒരു കറ പോലും ഇല്ല. ഒന്ന് വെട്ടിക്കളയൽ അല്ല, വെട്ടല് പോലില്ല, ചെയ്തത് രേഖപ്പെടുത്തിയ മഷി പോലും മാച്ചുകളയല അഫു. മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പാപം പൊറുക്കൽ, ഗുഫ്രാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു പൊറത്തു കൊടുത്തു എന്ന് പറയുന്ന ഗഫറയും അഫയും തമ്മിലുള്ള മാറ്റം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നതിലൂടെ നേടിയെടുക്കുന്നത് ആ തെറ്റങ്ങൾ വെട്ടിക്കളയലേ ഉള്ളൂ. എന്നാൽ അത് അവിടെ വെട്ടിക്കിടക്കുന്നുണ്ട്. പക്ഷേ അഫു എന്നത് വെട്ടലല്ല, അത് തീരെ കാണാനില്ല, മാച്ച് കളഞ്ഞത് എവിടെയൊന്നും കാണാനില്ല. അതാണ് അഫു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പശ്ചാത്താപ ബോധത്തോടു കൂടെ ചെയ്യണമെന്ന് ആയിഷ ബിവിയോട് പറയുമ്പോൾ, നമ്മെ സംബന്ധിച്ചിടത്തോളം പറ്റുമെങ്കിൽ അതൊരു 100 ചൊല്ലണം എന്നുള്ളതാണ്. പറ്റുമെങ്കിൽ ഒറ്റയിരിപ്പിന് ചൊല്ലണ്ട, കുറേശ്ശെ ചൊല്ലാവുന്നതാണ്. 100. എങ്ങനെ? അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. അല്ലാഹുമ്മ ഇന്നക അഫൂൻ, ദുആ പോലെ അങ്ങനെ കരഞ്ഞു പറയണം. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. ഒന്നത്. രണ്ടാമത് പറയാം, അൽ-ഇക്സാറു മിനൽ ഇസ്തിഗ്ഫാരി ലിൻ-നഫ്സി വലിജമീഇൽ മുഅ്മിനീന വൽ അംവാത്. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാം, അള്ളാഹുവോട് പുറത്തു തരാൻ ഇസ്തിഗ്ഫാർ. അത് സ്വന്തം നഫ്സിനുണ്ട്,
സ്വന്തം നഫ്സിനെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നാണ്. മുഅ്മിനീങ്ങൾക്ക് വേണ്ടി അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. നീ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി അതും കൂടി ചേർത്തോ. അൽഹയാഇ മിൻഹും വൽ അംവാത്ത്. ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചുപോയവർക്കും കൂടിയിട്ട് ചേർക്കാം. അൽഹയാഇ മിൻഹും വൽ അംവാത്ത്. ഇന്നക മുജീബുദ് ദഅവാത്ത്. അത് ഒരുപാട് വേണമെന്നില്ല, അത് പറ്റുന്ന പോലെ. എന്തായാലും സ്വന്തം നഫ്സിന് വേണ്ടിയിട്ടുള്ള ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാം. പുണ്യ നബി പഠിപ്പിച്ചല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം അബൂ ദാവൂദിന്റെ സുനനിൽ കാണാം, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ ലസിമൽ ഇസ്തിഗ്ഫാർ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫർജാ. അല്ലാഹുവോട് പാപം പൊറുക്കണേ എന്ന് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ആള് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് വർദ്ധിപ്പിക്കുന്ന ആള് അത് മനസ്സിൽ തട്ടിങ്ങനെ കണ്ണടച്ച് പിടിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ മുന്നിൽ ഇടുങ്ങി നിൽക്കുന്ന ഏത് സാഹചര്യത്തെയും അല്ലാഹു തുറന്നു കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വമിൻ കുല്ലി ദീഖിൻ മഖ്റജാ വമിൻ കുല്ലി ഹമ്മിൻ ഫർജാ. അവന്റെ മനസ്സിന്റെ നീറുന്ന ചിന്തകളെ അല്ലാഹു അഴിച്ചു കളയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വറസഖഹു മിൻ ഹൈഥു ലാ യഹ്തസിബു. ഈ ദിക്ർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്ന അവന് തൊട്ടടുത്ത ദിവസങ്ങളിൽ വരാനുള്ള സാമ്പത്തികമായ മറ്റു ആവശ്യങ്ങൾ മുഴുവനും ഈ ദിക്ർ കഴിഞ്ഞ രാത്രിയിൽ അവൻ ചൊല്ലിയതിന്റെ പേരിൽ അല്ലാഹു ആ ആവശ്യങ്ങളെ നിറവേറ്റി കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അവൻ വിചാരിക്കാത്ത ഭാഗത്തു കൂടി അവന്റെ റിസ്ക് ഒഴുകി ഒഴുകി വരുമേ നബി മുഹമ്മദ് മുസ്തഫ. ഏതാണ് ദിക്ർ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ ചൊല്ലണം. അതാണ് രണ്ടാമത് പറയാനുള്ളത്. അള്ളാന്റെ ഹബീബ് പറഞ്ഞല്ലോ, ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നു, വല്ലാഹി ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. മനസ്സിൽ തട്ടി എല്ലാ രാത്രിയിലും അല്ലാഹുവോട് ഞാൻ ഇത് ചൊല്ലലുണ്ട്. മിൻ അക്സറ മിൻ 70 മറ, 70-ൽ കുറയാതെ. ഒരു റിവായത്തിലുണ്ട് എത്ര നമുക്കറിയാലോ, എത്രയുണ്ട് റസൂലുള്ളാഹി ചൊല്ലല്? 100 എന്നൊരു റിവായത്തിലുണ്ട്. 70-ൽ കുറയാതെ എന്ന് ബുഖാരിയുടെ റിവായത്തിലുണ്ട്. ഇനി കേട്ടോളാൻ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാല ഇൻ കുന്നാ ലനഉദ്ദു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മജ്ലിസ് യഖൂൽ റബ്ബി ഗ്ഫിർ ലി വതുബ് അലയ്യ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ഇസ്തിഗ്ഫാർ ചോദിക്കുന്ന ദിക്റുകൾ നമ്മൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇസ്തിഗ്ഫാറിന്റെ ദിക്റുകൾ കുറച്ച് പറഞ്ഞിരുന്നു. ഞാൻ വാട്സാപ്പിലൊക്കെ പലർക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. അന്നേരം പറഞ്ഞൊരു ദിക്റാണ് റബ്ബി ഗ്ഫിർ ലി വതുബ് അലയ്യ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റസൂലുള്ളാഹിയുടെ ദിക്റാണിത്. നിബിതങ്ങൾ ഇത് അതിപ്പോ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹൽ അലീം പറഞ്ഞാൽ മതി. നിബിതങ്ങൾ ഇത് ചൊല്ലുമ്പോ ഞങ്ങൾ എണ്ണ എടുത്തപ്പോ കിട്ടിയത് 100 വട്ടമായിരുന്നു. 100 വട്ടമായിരുന്നു. ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ ويجعل لكم جنات ويجعل لكم أنهارا ما لكم لا ترجون لله وقارا. സൂറത്ത് നൂഹ്. ഒരുപാട് നിഅമത്തുകൾ ഒഴുകി വരാൻ അസ്തഗ്ഫിറുല്ലാഹൽ അലീം റസൂലുള്ളാഹി 100 വട്ടം ചൊല്ലിയിരുന്നു. ലൈലത്തുൽ ഖദ്ർ ഹയാത്താക്കുന്ന ആളോട് പറയട്ടെ, നമ്മൾ 100 അല്ല അത് ചൊല്ലേണ്ടത് 1000 വട്ടം. എത്രയാ? 1000 വട്ടം കഴിയുമെങ്കിൽ ഒന്ന് ചൊല്ല. 1000 വട്ടം നിർബന്ധമില്ല കേട്ടോ, പറ്റുമെങ്കിൽ എന്ത് ചെയ്യാ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം 1000 വട്ടം. ഇപ്പൊ 2ആയി. ആദ്യം പറഞ്ഞെന്താ? അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന ദിക്ർ 100 എന്നത് 100 തന്നെ ചൊല്ലണം. അസ്തഗ്ഫിറുല്ലാഹ് 100-ൽ കുറയരുത്. 1000 ബെറ്റർ ആണ്, ഏറ്റവും ബെറ്റർ. 1000 അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നത് 1000 ഏറ്റവും നല്ലത് 1000-ആണ്. 2 ഇനി കേട്ടോളൂ, ആ രാത്രിയിൽ നമുക്ക് സ്വതക്ക ചെയ്യല് പ്രത്യേകം. രാത്രിയിൽ സ്വതക്ക ചെയ്യൽ ഒരു പ്രത്യേക സുന്നത്തുണ്ടേ.
ലൈലത്തുൽ ഖദർ ഹയാത്താക്കുന്ന രാത്രിയിൽ സദഖ അൽ-ഇക്താർ മിനസ് സദഖത്തി ഫീ ഹാദിഹിൽ ലൈലത്തി വകദൽ ഇക്താർ മിനസ് സ്വലാത്തി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സദഖ കൊടുക്കലിടക്ക് ഞാനൊന്ന് പറഞ്ഞതാണ്. മൂന്നാമത് നമ്മൾ ചൊല്ലേണ്ട ദിക്ർ അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിലുള്ള സ്വലാത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ് മൂന്നാമത്തേത്. എണ്ണം ഞാൻ പറയട്ടെ, 1000. സ്വലാത്തിൽ കുറവ് വേണ്ട. അന്ന് നമ്മൾ ചൊല്ലുന്നതിൽ ഏറ്റവും കൂടുതൽ ആകേണ്ടതും സ്വലാത്ത് തന്നെ. ഒരല്പം കയറ്റി വെക്കേണ്ടത് സ്വലാത്താണ്. ഒരെണ്ണെങ്കിലും കൂടുതലില്ല. എല്ലാ 1000 ചൊല്ലിന്ന് വെച്ചോ, സ്വലാത്ത് എത്ര എണ്ണം? ഒരിത്തിരി അങ്ങനെ ഉണ്ടല്ലോ, ഓരോന്നിന് ഓരോ അളവാ. നമ്മളിപ്പോ 1 ടീസ്പൂൺ ഉപ്പിടുന്നോടത്ത് 1 ടീസ്പൂൺ വെള്ളം ഒഴിച്ചാൽ പറ്റില്ല. ചിലപ്പോ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ പറ്റില്ല. ഓരോന്നിനും ഓരോ അളവാ. സ്വലാത്തിന്റെ അളവ് എപ്പോഴും നിലവിലുള്ളതിനേക്കാൾ ഒരു ഇത്തിരി കയറി നിൽക്കണം. അതാണ് സ്വലാത്ത്. നിലവിലുള്ള നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ സ്വലാത്തിന്റെ കാര്യം ഒരു ഇത്തിരി കയറ്റി വെക്കണമെന്നാണ്. സ്വലാത്താണെങ്കിൽ 100 എണ്ണല്ല. സ്വലാത്ത് പരമാവധി സ്വലാത്ത് ഇപ്പം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു കുഴപ്പമില്ല. 2 പാത്രം കൂടി കഴുകാൻ പൊയ്ക്കോ, കുഴപ്പമില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് ചൊല്ലിക്കൊണ്ട് ചെയ്യാവുന്നതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്തിന്റെ എണ്ണം 1000 എങ്കിലും കഴിയുമെങ്കിൽ ചെയ്യുക. ഏത് സ്വലാത്തുമാവാം. മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചല്ലോ, യാ റസൂലല്ലാഹ് ഇന്നി ഉക്തിറു സ്വലാത അലൈക ഫകം അജ്അലു ലക മിൻ സ്വലാത്തി ഖാല മാ ശിഅത ഖാല ഖുൽതു റുബഅ ഖാല മാ ശിഅത ഫഇൻ സിത്ത ഫഹുവ ഖൈറുൽ ലക സയ്യിദുനാ റസൂലുള്ളാഹി. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഹബീബിനോട് പറഞ്ഞല്ലോ, ഞാൻ അമൽ ചെയ്യാനായി മാറ്റിവെക്കുന്ന സമയമുണ്ട് നബിയേ. ആ സമയത്തിന്റെ 1/4 ഭാഗം ഞാൻ സ്വലാത്തിന് വേണ്ടിയാ മാറ്റിവെച്ചിട്ടുള്ളത്. അമൽ ചെയ്യാനായിട്ട് ഒരുങ്ങി മാറി നിൽക്കുന്ന ഒരു നേരമുണ്ട്. എല്ലാ സഹാബികൾക്കും ഉണ്ട് കേട്ടോ, നമുക്കല്ലാത്തുള്ളൂ. അമലിന് വേണ്ടി ഞാൻ തങ്ങളെ ഓർക്കുമ്പോൾ എസ്.എം.കെ തങ്ങൾ പറയാറുണ്ട്, 2 മണിക്ക് എണീറ്റ സുബഹി വരെ ഒരു ശല്യമില്ല. തങ്ങൾ ആ നേരത്ത് കാണാൻ ആരും വരലില്ല. വർഷങ്ങളായി ആ 2 മണി മുതൽ സുബഹി വരെ മൂപ്പര് അള്ളാഹുവിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന സമയമാണ്. അത് എന്നോട് പറഞ്ഞത് എന്താ വെച്ചാൽ, ഒരു സ്ഥലത്ത് വഴുത് കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ അന്ന് അവിടെ ദ്വാരക്കാൻ തങ്ങളാണ് ഉണ്ടായത്. ദ്വാരക്കണ്ട് തങ്ങളാണ്, വഴുത് പറയേണ്ടത് ഞാനാണ്. അപ്പോൾ ഒരുമിച്ച് യാത്ര ചെയ്തപ്പോൾ 2 മണിയായപ്പോൾ മൂപ്പര് ചാടി ഒരു നെടുവീർപ്പോടുകൂടെ അല്ലാഹ് ഇന്നും ആ രാത്രി പോയല്ലോ എന്നുള്ളൊരു വിഷമത്തിൽ ഇങ്ങനെ പറയാണ്. ഞാൻ ചെന്തുപറ്റി ഞങ്ങളെന്ന് വെച്ചു, ഒന്നുമില്ല, 2 മണിക്ക് നമ്മൾ എണീക്കുന്ന ഒരു സമയമാണ്. പിന്നെ എനിക്ക് അങ്ങനെ കിട്ടിയാൽ മതി. ഞാനത് ഇങ്ങനെ അള്ളിപ്പിടിച്ച് ഇങ്ങനെ കയറി എന്താണെന്ന് ആ രഹസ്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ച് തങ്ങൾ ഇബാദത്ത് ചെയ്യാൻ വർഷങ്ങളായി 2 മണി തിരഞ്ഞെടുത്തേക്കണേ. സ്വഹാബികളൊക്കെ ഒരു സമയം മാറ്റിവെക്കലുണ്ട് അവരുടെ. അങ്ങനെ ഉണ്ടല്ലോ, നമ്മളുണ്ടല്ലോ, അങ്ങനെ നമ്മളിൽ പലരും ഉണ്ട്. ഒരുപാട് ഇബാദത്തുള്ളവരൊക്കെ തന്നെ എൻ്റെ മുമ്പിലിരിക്കുന്നത്. പറയാറുണ്ടല്ലോ, മഗ്രിബ് കഴിഞ്ഞാൽ തുടങ്ങിയ ഇശാവാങ്കും വിളിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങാറുള്ളൂ. എവിടെ? നിസ്കാരപ്പായിൽ ഒരൊറ്റ ഇരിപ്പ. ചിലർ പറയാറുണ്ട്, ലോഹറിനങ്ങ് കയറിയ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അങ്ങ് കയറി കഴിഞ്ഞാൽ റാഹത്തായിട്ടാണ് ഇരുന്ന അസ്രം കൂടി നിസ്കരിച്ചിട്ട് അങ്ങോട്ട് വരാറ്. കാരണം ഒരു ശല്യമില്ലാത്ത സമയത്ത്, പിള്ളേര് വീട്ടിലില്ല, ആരുമില്ല, ഒരു ശല്യമില്ലാത്ത സമയം. അങ്ങനെ പറയുന്നവരുണ്ട്. ചിലർ സുബൈ കഴിഞ്ഞ് അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആ ഇഷറാഖ് നിസ്കാരം അല്ലെങ്കിൽ ദുഹായും കൂടി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എണീക്കലുള്ളൂ. അങ്ങനെ പറയുന്നവരുണ്ട്, നമ്മൾ കാണലുണ്ട്. അങ്ങനെയുണ്ട്. അപ്പൊ നമുക്കുണ്ട് അങ്ങനെ ഒരു ഒഴിഞ്ഞ് ഇരിക്കുന്ന ഒരു സമയമുണ്ട്. ഉബയ്യ് ഇബ്നു കഅബ് ചോദിച്ചു, നബിയെ ഞാനിങ്ങനെ ചൊല്ലാൻ വേണ്ടി ഇരിക്കുന്നതിന്റെ സമയത്തിന്റെ, ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്ന 3-ാമത്തെ ദിക്ർ സ്വലാത്തല്ലാണ്, റസൂലുള്ളാഹിയുടെ പേരുള്ള സ്വലാത്താണ്. ഞാനങ്ങനെ ഒഴിഞ്ഞിരിക്കുന്ന നേരത്ത് ഹബീബേ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ആ സമയത്തിന്റെ 1/4 ഭാഗവും ഞാൻ സ്വലാത്ത് ചൊല്ലാൻ തന്നെ. ഞാൻ എത്ര ചൊല്ലണമെന്ന് ചോദിച്ചു. ചൊല്ലുന്നത് കൂടുതലെന്ന് തോന്നല്ല ചോദിച്ചു പോയതെന്ന് ഈ ഹദീസിന്റെ സൂചന ഉണ്ട്. നബി തങ്ങൾ പറഞ്ഞു, മാ ശിഅത, നീ ഉദ്ദേശിച്ച അത്രയും ചൊല്ലിക്കോ. ഞാൻ 4/1 ചൊല്ലുന്നുണ്ട് നബിയെ. മോനെ നീ ഉദ്ദേശിച്ച് ചൊല്ലിക്കോ. ഫഇൻ സിത്ത, അതിൽ കൂടുതൽ ചൊല്ലാൻ പറ്റുമെങ്കിൽ ഫഹുവ ഖൈറുൽ ലക, അത് ഗുണാണ് ട്ടോ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പറഞ്ഞെന്നാ ഞാൻ പകുതിയും, ഞാൻ ആ മാറ്റിവെച്ചിരിക്കുന്ന സമയം പകുതിയും സ്വലാത്തിന് വേണ്ടിയാക്കട്ടെ നബിയേ. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, മാ ശിഅത, നിന്റെ ഇഷ്ടം. ഫഇൻ സിത്ത ഫഹുവ ഖൈറുൽ ലക, പകുതിയേക്കാളും കൂട്ടാൻ നിനക്ക് കഴിഞ്ഞാൽ
ഖൈറല്ലാതെ മറ്റൊന്നുമില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ സ്വഹാബി പറഞ്ഞു, നബിയേ, എന്നാൽ ഞാൻ 2/3 സ്വലാത്തിന് വേണ്ടി മാറ്റാം. പകുതിയേക്കാൾ കൂടുതലല്ലേ? 2/3 ഞാൻ സ്വലാത്തിന് വേണ്ടി മാറ്റാം. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നിന്റെ ഇഷ്ടം, നീ അത് വർദ്ധിപ്പിച്ചാൽ നിനക്ക് ഖൈർ. എന്നാൽ നബിയേ, അജ്അലു ലക സ്വലാത്തി കുല്ലഹാ, ആ മാറിയിരിക്കുന്ന സമയം മുഴുവനും സ്വലാം നബിയേ, സ്വലാത്ത് കൂടുതലാവട്ടെ, സ്വലാത്ത് തന്നെയാവട്ടെ. ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദൻ തുക്ഫാ ഹമ്മുകാ വയുഗ്ഫറു ലക ദംബുകാ. ഇമാം തുർമുദിയുടെ ജാമിഉലുണ്ട് ഹദീസ്. എന്നാൽ നിന്റെ നീറുന്ന ചിന്തകൾ മാറാൻ, ടെൻഷനില്ലാതെ ജീവിക്കാൻ ആ സ്വലാത്തിന്റെ വർധനവ് കൊണ്ട് സാധ്യം. നിന്റെ പാപം പൊറുക്കാൻ അത് തന്നെ മതിയേ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ്. ലൈലത്തുൽ ഖദ്ർ ഹയാത്താക്കുന്നവർ, ഹയാത്താക്കാൻ തീരുമാനിച്ചവര്, മൂന്നാമത് പറയട്ടെ, സ്വലാത്ത് 1000 ചൊല്ലണം. സ്വലാത്ത് 1000 ചൊല്ലണം. ഇത്തിരി കടുപ്പിച്ച പറഞ്ഞത്. അസ്തഗ്ഫിറുല്ലാഹ്, 100ൽ കുറയേണ്ട, 1000 ചൊല്ലിയാൽ നല്ലതെന്നേ പറഞ്ഞിട്ടുള്ളൂ. സ്വലാത്ത് എത്ര ചൊല്ലണം? ഇതൊരു തസവുഫിന്റെ കാഴ്ചപ്പാടാണ്. ഇപ്പൊ 3 കാര്യം പറഞ്ഞു. ഇനി 5 ദിക്റുകൾ ഒരുമിച്ച് പറയാം. 1 സുബ്ഹാനല്ലാഹ്, 2 അൽഹംദുലില്ലാഹ്, 3 അല്ലാഹു അക്ബർ, 4 ലാ ഇലാഹ ഇല്ലല്ലാഹ്, 5 വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം. ഇപ്പൊ മൊത്തത്രേ 8 എണ്ണായി. മറക്കരുത്. 1 അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, കഴിയുമെങ്കിൽ 100 എണ്ണം ചൊല്ലാം. രണ്ടാമത് പറഞ്ഞത് അസ്തഗ്ഫിറുല്ലാഹൽ അസീം, 100 എണ്ണം എന്തായാലും ചൊല്ലാം, കഴിയുമെങ്കിൽ 1000 ചൊല്ലാം. മൂന്നാമത് പറഞ്ഞത് നിർബന്ധമായും 1000 സ്വലാത്ത് ചൊല്ലാം. 4, 5, 6, 7, 8 സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം. ഒരുമിച്ച് ചൊല്ലാൻ പറ്റിയാൽ ഒരുമിച്ച് ചൊല്ലാൻ, നിർബന്ധമില്ല. അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് മാത്രം, അൽഹംദുലില്ലാഹ് മാത്രം, അല്ലാഹു അക്ബർ മാത്രം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം, ലാ ഹൗല മാത്രം. ലാ ഹൗല ചൊല്ലുമ്പോ തുടങ്ങുന്നത് ലാ ഹൗല ഒന്ന് ചൊല്ലിയ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം. അതിന് ശേഷം ഇനി ചൊല്ലണ്ടി എന്ത് ചെയ്യണം? അടുത്തത് മുതൽ വാവ് കൊടുക്കണം. ഏത് വാവ്? കറുത്ത വാവും വെളുത്ത വാവും അല്ല, വാവ് അറബിലെ വാവില്ലേ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം. ഈ പറയപ്പെട്ട 5 ദിക്റുകൾ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം. ഈ 5 ദിക്റിന്റെ കോഴ്സ് അത് 100 എണ്ണാണ്. എല്ലാ ഹദീസിലും അങ്ങനെ കണ്ടിട്ടുണ്ട്. 100 എണ്ണം പറ്റുമെങ്കിൽ 100 വീതം ചൊല്ലുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതൊക്കെ 100 ആണ്. 100 വീതം പറ്റുമെങ്കിൽ 100 വീതം ഓരോന്നും പറയാം. അപ്പൊ 8 എണ്ണത്തിലപ്പം നിൽക്കുന്നത്. ഇപ്പൊ നമ്മള് 8 എണ്ണത്തിലാണ് നിൽക്കുന്നത്. ആ 8 കഴിഞ്ഞിട്ട് 9ാമത്തേത് പറയാം. 9ാമത്തേത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ മഹാന്മാര് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. 9ാമത്തേത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. 9ാമത്തേത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. 100 എണ്ണം പറ്റുമെങ്കിൽ ചൊല്ലാം. 100 എണ്ണം ചൊല്ലുന്ന നല്ലതാണ്. ഹയാത്താക്കാനുള്ള നേരം വിളിക്കണവരെ പരിപാടി വേണമല്ലോ. 10ാമത്തെ ദിക്റ് സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അത് നിങ്ങളുടെ ഇഷ്ടം എത്ര എണ്ണെന്ന്. പക്ഷെ അതിനൊരു എണ്ണം ഉണ്ട്. ഓർമ്മയുണ്ടോ? 1479 അതിന്റെ എണ്ണം. ഭയങ്കര ഫലമാണിത്. ഒരാവശ്യം നടക്കാൻ അതങ്ങ് ചൊല്ലിയാൽ മതി. എത്ര വട്ടം? 1479. അത് സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്നതിന്റെ അബ്ജദ് കണക്കാണ്. ഈ ദിക്ർ കൂടുതൽ ചൊല്ലാൻ പറയുന്ന ആളായിരുന്നു മഹാനായ ശൈഖുന ചെറുവാളൂർ ഉസ്താദ്. ഉസ്താദ് ഉപയോഗിച്ച കാറിന്റെ നമ്പർ ഓർമ്മയുണ്ടോ? 1479. 1479 സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം 1479. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ 10 എണ്ണം നമ്മൾ പറഞ്ഞു. ഇടയിൽ പറഞ്ഞ 5 ദിക്റുകൾ ഒന്ന് ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഖുർആൻ കഴിഞ്ഞാൽ
പിന്നെ ഏറ്റവും നല്ല വർത്തമാനം, ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നല്ല വർത്തമാനം 4 ദിക്റുകളാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ 4 ഖുർആൻ തന്നെ. 1 സുബ്ഹാനല്ലാഹ്, 2 അൽഹംദുലില്ലാഹ്, 3 അല്ലാഹു അക്ബർ, 4 ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ 4 ദിക്ർ ഖുർആന്റെ പരിഗണന. ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും അഫ്ളൽ എന്ന് പറയുന്നത് ഈ 4 ദിക്റാണ്. ഓരോന്നിനും ഓരോ ശ്രേഷ്ഠതയാണ്, ഓരോന്നിനും ഓരോ ശ്രേഷ്ഠ. ഒരുമിച്ച് പറഞ്ഞപ്പോ ഇങ്ങനെയാ: സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല. 5-ാമത്താണ് വേറെ പറയാം. ഏതായാലും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ അനുഭവം പറയുകയായി. ഇമാം തുർമുദിയുടെ ജാമിഉൽ ഹദീസ് കാണാം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മഹാനായ ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുന്നു. ഇസ്രാ മിഅ്റാജിന്റെ അനുഭവത്തിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം 7-ാം ആകാശത്തിൽ വെച്ച് ഹബീബായ നബിയെ അണച്ചു പിടിച്ചു. എന്നിട്ട് കുശലാന്വേഷണം, സലാം പറയല്, സ്നേഹം പങ്കിടല്, പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു: ഇഖ്റ ഉമ്മതക മിന്നിസ്സലാം, ഉമ്മത്തിനോട് എൻ്റെ ഒരു അസ്സലാമു അലൈക്കും പറയണേ മോനെ. അല്ലാഹുവേ, ആ സലാം കിട്ടിയവരിൽ ഞങ്ങൾ ചേർക്കണേ അല്ലാ. ഇബ്രാഹിം നബിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാ സലാം കേൾക്കാനും അത് അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും പറ്റിയവർ. അല്ലാഹുവേ, പാപം ചെയ്ത ഞങ്ങളതിൽ പെടുമോ? നീ ഞങ്ങളതിൽ ചേർക്കണമല്ലാ, അതിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ. ഖലീലുല്ലാഹി തങ്ങള് അള്ളാന്റെ ഹബീബിനോട് സലാം പറഞ്ഞയച്ചത് അത് കൊടുത്തയച്ചത് സ്വീകരിക്കാൻ യോഗ്യത ഉള്ളവർ. അല്ലാഹുവേ, ഞങ്ങൾ അതിൽ പെടുത്തണേ അല്ലാ, കുടുംബത്തെ പെടുത്തണേ അല്ലാ, തലമുറയെ പെടുത്തണേ അല്ലാ. സലാം പറഞ്ഞാൽ മാത്രം പോരാ, ആ സലാം കിട്ടിയോ എന്നാൽ കേട്ടോളൂ, ആ മക്കളോട് പറയണം: മോനെ, അന്നൽ ജന്നത ത്വയ്യിബ ത്വയ്യിബത്തു തുർബ അദബത്തുൽ മാ വഅന്നഹാ ഖിആൻ വഅന്ന ഗിറാസഹാ. സ്വർഗത്തിലേക്കൊരു കൃഷി ചെയ്യേണ്ടതുണ്ട്. സ്വർഗം കൃഷിക്ക് പറ്റിയ മണ്ണാണ് മക്കളെ. അവിടെ നല്ല വെള്ള സൗകര്യമുണ്ട് മക്കളെ. സ്വർഗത്തിന്റെ കൃഷിഭൂമി വിശാലമാണ് മക്കളെ. എന്താണ് സ്വർഗത്തിലേക്കുള്ള കൃഷി എന്നറിയുമോ? വിത്ത് കൊണ്ടുവരണം. ഭൂമിയിലാ വിത്തുള്ളത്. സ്വർഗത്തിൽ വന്ന് കൃഷി ചെയ്യാനുള്ള വിത്ത് ഭൂമിയിലാണ്. കേട്ടോളൂ, 1-ാമത്തെ വിത്ത് സുബ്ഹാനല്ലാഹ്. അതൊരു മരമായ ഒരു സുബ്ഹാനല്ലാഹ് ഒരു മരമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി ഒരു സുബ്ഹാനല്ലാഹ് ഒരു മരമാ. ഇവിടെ നിന്നൊരു സുബ്ഹാനല്ലാഹ് പറഞ്ഞോ. സ്വർഗത്തിൽ അതൊരു മരമാണ്. അങ്ങനെയുണ്ട്. ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ നമ്മുടെ പേർക്ക് വാപ്പ എഴുതി വെക്കാൻ പോകുന്ന പറമ്പ് അല്ല പറമ്പാണെന്ന് അറിഞ്ഞ ഏകദേശം ഒരു ധാരണയായ പിന്നെ എവിടെയും നഴ്സറിന്ന് 3 കൊല്ലം കഴിഞ്ഞ് പൂക്കുന്ന മാവും തൈ മേടിക്കലാവും. പിന്നെ അടുത്ത പരിപാടി എന്തേ നടാനുള്ളതാ അല്ലേ? എന്താ? അത് നമ്മുടെയാണിത്. നമ്മുടെ ആയിക്കഴിഞ്ഞു അത്. അല്ലെങ്കിൽ ഒരു 3 കൊല്ലം കൊണ്ട് കായ്ക്കുന്ന തെങ്ങ് അന്വേഷിക്കും. നമ്മുടേത് എന്ന് തോന്നുന്ന ഭൂമിയാണെങ്കിൽ നമ്മൾ അവിടേക്ക് എന്തെങ്കിലും നടാൻ തീരുമാനിക്കും. നമുക്കൊരു ഭൂമി അവിടെ ഉണ്ട്. ആ ഭൂമി അവിടെ കിട്ടുന്ന മക്കൾക്ക് അവിടെ നിന്ന് ഒരാളിങ്ങോട്ട് സലാം പറഞ്ഞയച്ചിട്ടുണ്ട്. സയ്യിദനാ ഇബ്രാഹിം അലൈഹിസ്സലാം. ആ സലാം കിട്ടിയവരിൽ ചേർക്കട്ടെ. ആ സലാം കിട്ടിയിട്ടുണ്ട്. അവിടെ ഭൂമിയുണ്ട് നമുക്ക്. ആ മണ്ണില് കൃഷിയുണ്ട് മക്കളെ. ഈ വാപ്പ കൃഷിക്കാരനായിരുന്നു. അതുകൊണ്ട് പറയണത് ഈ വാപ്പ നല്ലൊരു കർഷകനായിരുന്നു സയ്യിദനാ ഇബ്രാഹിം. എന്ത് വേണ്ടിയാലും എന്നേ പറയൂ. കൃഷി അങ്ങനെ പറയും. അങ്ങനെയാണ് നമ്മൾ ഈ കൊയ്ത്തും അതുപോലെ തന്നെ മെതിച്ചെടുക്കലും വിത്ത് നടലും ഒക്കെ സംബന്ധമായിട്ട് കേരളത്തിൽ ധാരാളം പഴഞ്ചൊല്ലുകൾ പിറന്നിട്ടുണ്ട്. അത് സംബന്ധമായി തന്നെ മലയാള സാഹിത്യത്തിൽ നമുക്ക് ധാരാളം കാണാൻ കഴിയും. നല്ലത് വിതച്ചാൽ നല്ലത് കൊയ്യാം. ഒരു പഴഞ്ചൊല്ലാണ് നല്ലത് കൊയ്യാം. വിത്ത് ഗുണം 10 ഗുണം. ബാക്കി എന്തോ വിത്ത് ഗുണം 10. ഇതൊക്കെ ഈ കർഷകരുടെ പഴഞ്ചൊല്ലുകൾ. അങ്ങനെ കുറെ ഉണ്ട്. ഞാൻ ഈ അടുത്ത് അതേക്കുറിച്ച് ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്നു. അപ്പൊ ഇങ്ങനെ കർഷക വചനങ്ങൾ ധാരാളം നമ്മുടെ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്.
ഇബ്രാഹിം നബി ഒരു കർഷകനായിരുന്നുവെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. കാന ആദമു ഹാരിഥ, ആദം നബി കർഷകനായിരുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ കൃഷി റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഅ بواد غير ذي زرع عند بيتك المحرم. മകനെയും ഭാര്യയെയും കഅബയുടെ മുന്നിൽ താമസിപ്പിക്കാൻ കൊണ്ടുവരുന്ന ആ കാലഘട്ടത്തിൽ ദ്വാരുന്നതാണ് ഇപ്പൊ ഞാൻ ഓതിയായത്. ആയത്തിൽ മഹാനവറുകള് അള്ളാഹുവോട് ദ്വാരക്കണ ഒരു രംഗാണ്. ഇന്നി അസ്കൻതു മിൻ ദുർരിയതി, എന്റെ മക്കളെയും മക്കളുടെ മക്കളെയും അവരുടെ മക്കളെയും ഖിയാമത്ത് നാൾ വരെ ഉള്ള ഒരു തലമുറയെ ഇന്നി അസ്കൻതു, വീട് കെട്ടി പാർപ്പിക്കുന്ന പോലെ സുരക്ഷിതമാണെന്ന് ഉറപ്പിച്ചിട്ട് ഞാനിവിടെ പാർപ്പിച്ചു പോവാ. മസ്കൻ, മസ്കൻ വീട്. ഇന്നി അസ്കൻതു, വീട് കെട്ടിപ്പാർപ്പിക്കുക. അല്ലാതെ ഞാൻ ഉപേക്ഷിക്കാന്ന് ഏതോ തലക്ക് ബോധമില്ലാത്ത മനുഷ്യൻ പരിഭാഷ എഴുതി വെച്ചത് മലയാളത്തിലുണ്ട് കേട്ടോ. ഞാൻ ഉപേക്ഷിച്ചു പോകുന്നു. ഇബ്രാഹിം അങ്ങനെ, ഇബ്രാഹിം എന്ന് പറഞ്ഞ മൂത്താപ്പട മോനല്ലേ ഇബ്രാഹിം അലൈഹിസ്സലാം. പരിഭാഷ വായിച്ചാൽ നമുക്ക് നല്ല ദേഷ്യം വരുന്ന പരിഭാഷകളുണ്ട്. ഇബ്രാഹിം മകനെയും ഭാര്യയെയും ഉപേക്ഷിച്ചു പോയി. അത്ര വലിയ എത്ര വലിയ വൃത്തികെട്ടൊരു സ്വഭാവം. അങ്ങനെയല്ല പറഞ്ഞു. അസ്കൻതു സകന യസ്കുനു, സമാധാനത്തോടെ പാർത്തു എന്നാ. മസ്കൻ എന്ന് പറയുന്നത് വീടിനാണ്. മൻസിൽ എന്ന് പറയുന്നത് വീടാണ്. ബൈത്ത് എന്നത് വീടാണ്. ദാറ് എന്നത് വീടാണ്. മൽജ വീടാണ്. മഅ്വ വീടാണ്. അതിൽ മസ്കൻ ഭാര്യയുള്ള വീടാണ്. മസ്കൻ. ഇന്നി അസ്കൻതു, ഞാൻ വീട് കെട്ടി പാർപ്പിച്ചു. ഞാൻ വീട് കെട്ടി പാർപ്പിച്ചു എന്നാണ് അതിനർത്ഥം. മസ്കൻ, മസ്കൻ എന്ന് പറഞ്ഞാൽ ഭാര്യയുള്ള വീടാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം എന്നറിയാം? അള്ളാഹു നമ്മുടെ ശരീരത്തിന്റെ അംശമായി അള്ളാഹു നമ്മുടെ ഇണയെ പടച്ചു എന്ന ഖുർആൻ പറഞ്ഞത്. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ലിതസ്കുനു ഇലൈഹ. ഭാര്യയിൽ നിന്നും നിങ്ങൾക്ക് സമാധാനം കിട്ടാൻ വേണ്ടി അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ അത് ഉണ്ടെന്നാ പറഞ്ഞത്. ഏത് സമാധാനം? അപ്പൊ സമാധാനം തരുന്ന ആളെവിടെ ഉണ്ട്? ആ വീട്ടിലുണ്ടായാലും അതിന് മസ്കൻ എന്ന് പറയാം. അലി മഅ്വയാണ്, വെറുതെ രാത്രി പോയി കിടക്കാൻ പറ്റിയ സ്ഥലം. കിടന്ന ഉറക്കം കിട്ടുന്ന വീടിനാണ്, അല്ലെ രാത്രിയിൽ പാർക്കൽ നടക്കുന്ന വീടിനാണ് ബൈത്ത് എന്ന് പറയാം. ബാത്തബീത്തു, രാപാർത്തു. അതുപോലെ തന്നെ വിരുന്നിന് കയറി നമ്മൾ താമസിക്കുന്ന, സാധാരണ ഒരു വിരുന്നിന് വേണ്ടി 3 ദിവസം പോയി താമസിക്കുന്ന, അങ്ങനെ ഉപയോഗിക്കുന്ന വീടാണെങ്കിൽ അത് വിരുന്നിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണെങ്കിൽ, അല്ലെ നമ്മളൊരു വിരുന്നിന് പോയ വീടാണെങ്കിൽ അതിന് മൻസിൽ എന്ന് പറയാം. നസല യൻസിൽ, വിരുന്നിനിറങ്ങാം. ഭാര്യയുള്ള വീടിനാണ് മസ്കൻ എന്ന് പറയാ. ഇവിടെ ഭാര്യ മകനുള്ളത് കൊണ്ടാണ് ഇന്നി അസ്കൻതു. ഖുർആന്റെ ഒരു പ്രയോഗങ്ങളാണ് പറഞ്ഞത്. ഖുർആനിൽ ഇന്നി അസ്കൻതു എന്ന ഇബ്രാഹിം നബിയുടെ വചനത്തിന് എത്ര അർത്ഥമുള്ളത്. വീട് കെട്ടി പാർപ്പിക്കുന്നു. വീടും പരിസരവും ഒക്കെ ആയിക്കഴിഞ്ഞാൽ ബിവാദിൻ ഗൈരി ദീ സറഅ, നിലവിൽ ഇവിടെ കൃഷിയില്ല അല്ലാ, നിലവിൽ ഇവിടെ കൃഷിയില്ല അല്ലാ. അങ്ങനെയുള്ളടുത്ത് സറഅ കൃഷിയാണ് വിഷയം, അങ്ങനെ പറയൂ. കൃഷി വഴിയുള്ള വചനങ്ങളാണ് ഇബ്രാഹിം നബിയുടെ വാക്കുകൾ. 7ാം ആകാശത്തിലെത്തിയപ്പോൾ. അതുകൊണ്ട് അങ്ങനെ കൃഷിയില്ലാത്തോടത്ത് ഒരു കുടുംബം താമസിക്കുന്നതിൽ ഭയമുണ്ട്. കൃഷിയില്ലാത്തോടത്ത് ഒരു കുടുംബം താമസിക്കുന്നിടത്ത് ഭയമുള്ളത് കൊണ്ട് അള്ളാഹുവോട് ദ്വാരുന്നത്. പടച്ചോനെ, ഇവിടെ നിസ്കാരങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ്. നിസ്കാരം, കൃഷി, കുടുംബം, ഇതൊക്കെ ഇങ്ങനെ ആ ദ്വായിൽ വരാണ്. എന്തൊരു ഗ്രാമീണത നിറഞ്ഞു നിൽക്കുന്ന ഒരു ദ്വായാണിത്. റബ്ബനാ ഇന്നി أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات. കൃഷി ഇല്ലെങ്കിൽ അവിടെ ജീവിതം പ്രയാസാണെന്ന ആ കർഷകൻ മനസ്സിലാക്കിയ ഈ ഭൂമിയിലെ ഏറ്റവും ശാസ്ത്രീയമായ സാഹചര്യം കൃഷി വേണം. കൃഷി ഉണ്ടെങ്കിൽ ആ ഒരു കുടുംബം അവിടെ നിലനിൽക്കൂ.
കൃഷി ഉണ്ടെങ്കിൽ ആ ഒരു തലമുറ ദുരിയത്ത് തലമുറ നിലനിൽക്കൂ. കൃഷിയുടെ പശ്ചാത്തലമുള്ള ഗ്രാമീണതയില നിസ്കാരത്തിന്റെ നിലനിൽപ്പതൊരു ബറക്കത്താണ്. ഇതങ്ങുമിങ്ങും വേണ്ടതാണ്. കർഷകർ തന്നെ മിക്കതും അൻസാറുകൾ, മുഹാജിറും അതുപോലെ കൃഷിയാ തൊഴിലുകൾ. അവർക്കുള്ള കൃഷി ഒരു ദിവസമിൽ നബി കണ്ടതാ. ഇത് നല്ല കൃഷിയെന്നും പുകഴ്ത്തി പറഞ്ഞതാ. സഅദ് ബിൻ അബി വഖാസ് സ്വന്തം ഭൂമിയിൽ വളം ചെയ്യുവാനായി താൻ ചുമക്കും കുട്ടയിൽ ഒട്ടകത്തിന്റെ സവനകം ചുമക്കും. അങ്ങനെയാണ് പറമ്പുള്ളവൻ കൃഷി ചെയ്യണം എന്നുള്ളതാ. ചെയ്യാതിരുന്നാൽ ചെയ്യുവാൻ കൊടുക്കേണ്ടതാ. ഇതുപോലെ ജാബിരിനാൽ ഹദീസിൽ വന്നതാ. അത് മാത്രമല്ല ബുഖാരി മുസ്ലിമിൽ ഉള്ളതാ. അൻ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി മൻ കാനത് ലഹു അർദുൻ, ആർക്കെങ്കിലും ഭൂമിയുണ്ടെങ്കിൽ ഫൽയസ്റഇഹാ, അവിടെ അവൻ കൃഷി ചെയ്യട്ടെ. ഇല്ലെങ്കിലോ അവനത് പാട്ടത്തിന് കൊടുക്കട്ടെ. പാട്ടത്തിന് കൊടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു വാഴെങ്കിലും വെക്കണം. അത് ഈമാനാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു വാഴ ഫീ സിദ്രിൻ മഖ്ലൂദ് വതുൽഹിൻ മൻലൂദ് എവിടെയുണ്ട്? സൂറത്തുൽ വാഖിഅ. പറഞ്ഞത് വാഴയാണ്. എവിടെ? സ്വർഗം. സ്വർഗത്തിലേക്ക് പോകാനുള്ളവരാണോ? സ്വർഗത്തിൽ കൃഷിയുണ്ടെന്ന് മഹാനായ സയ്യിദുനാ ഖലീലുല്ലാഹി നബി ഇബ്രാഹിം. സ്വർഗത്തിന്റെ കൃഷിയാണ് വാഴ. ഒരു വാഴ വെക്കോ? ഒന്ന് കൈ വെക്കോ? ഒരു വാഴ ഒരെണ്ണം വെച്ചാൽ മതി. പിന്നെ ഒരു 50 കൊല്ലത്തേക്ക് ആ പറമ്പ് നിറച്ച് വാഴ ആയിക്കോളും. അതിന്റെ ചോട്ടിൽ ഒരു 5 എണ്ണം അടുത്ത ഒരു 3 മാസം കഴിയുമ്പോൾ പതുക്കെ ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി. ഈ ഇരട്ടി പ്രതിഫലം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് വേണ്ടട്ടെ, വൃത്തികേടാക്കണ്ട, വാഴക്കാടാക്കണ്ട. വാഴക്കാട് വേറൊരു സ്ഥലമുണ്ട് അല്ലേ? വാഴക്കാടാക്കണ്ട. അതിന്റെ കന്ന് ഇടക്കിടക്ക് പിരിച്ചു വെക്കണം. വാഴ നല്ല കൃഷിയാണ്, നല്ലതാ. വാഴ വളർത്തണം, നല്ലതാണ്. മോനെ, ഭൂമിയിലുള്ള മഹാന്മാരായ മുഅ്മിനീങ്ങളോട് സലാം പറയണം. അതിന്റെ കൂടെ പറയണം സ്വർഗത്തിലെ മണ്ണവർക്കുള്ളതാണ്. അസ്സലാം കിട്ടിയവർ കാണാൻ മണ്ണുള്ളത്. നമുക്കെന്ന് തോന്നുന്ന മണ്ണിൽ നമ്മൾ പിടിപ്പിക്കുന്ന പോലെ 4 വിത്തുകളുമായ അങ്ങോട്ട് വരാവൂ. ആ 4 വിത്ത് ഭൂമിയിലാ വാങ്ങാൻ കിട്ടാ, ഭൂമിയിന്നാ കൊണ്ടുവരാ. അതവിടെ നടേണ്ടതാണ്. ഒന്നാമത്തെ വിത്ത് സുബ്ഹാനല്ലാഹ്. അത് ഒന്ന് നട്ടാൽ, ഒന്ന് പറഞ്ഞാൽ ഒരു മരമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. രണ്ടാമത്തെ വിത്ത് അൽഹംദുലില്ലാഹ്. മൂന്നാമത്തെ വിത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നാലാമത്തെ വിത്ത് അല്ലാഹു അക്ബർ. നിസ്കാരശേഷം എന്തിനാണ് ഇത് ഇത്ര കാര്യമായിട്ട് പറഞ്ഞത്? നിസ്കാരശേഷം മാത്രമല്ല, സ്ത്രീകൾ അടുക്കള ജോലി ചെയ്ത് ക്ഷീണിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ 34 ആ സമയം ചൊല്ലേണ്ടത്. എപ്പോ? അടുക്കള ജോലിയുടെ ക്ഷീണത്തിന് അടുക്കളയിലല്ല ഇത് ചൊല്ലേണ്ടത്. കിടന്നുറങ്ങുന്നതിന് മുമ്പ് കിടപ്പറയിൽ വെച്ചു തന്നെ ചൊല്ലണം. 34 അല്ലാഹു അക്ബറാണ്. ചില റിവായത്തിൽ സുബ്ഹാനല്ലാഹ് 34 33 ഉറപ്പായിട്ട് എന്തായാലും ചൊല്ലണം. ഫാത്തിമ ബീവിയുടെ കയ്യ് പൊട്ടി സ്വഹീഹുൽ ബുഖാരി. ഒരു യുദ്ധം കഴിഞ്ഞ് തടവുകാരെ കൊണ്ടുവന്നതിൽ അടിമകളുണ്ടെന്നറിഞ്ഞു. ഉപ്പാനെ കണ്ടാൽ വെള്ളം കോരാനും ആസുകല്ലിൽ മാവരയ്ക്കാനും ഒരാളെ സഹായത്തിന് കുറച്ചു നേരത്തേക്ക് കിട്ടും. കയ്യ് പൊട്ടിയിരിക്ക അടിമകളുണ്ടല്ലോ. അടിമ പെണ്ണുങ്ങൾ ആരെങ്കിലും ഉണ്ടോ ഒന്നറിയാൻ കയ്യ് പൊട്ടി മാവ് അരയ്ക്കണം. അതുപോലെ തന്നെ വെള്ളം കോരണം. ചൂല് ഉപയോഗിച്ചിട്ടുണ്ട് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ. അല്ലാഹുവിന്റെ ഹബീബ് ഫാത്തിമ ബീവിക്ക് ചൂല് കൊടുത്തതായി ചരിത്രത്തിലുണ്ട്. അപ്പൊ ഏതാണ്ടൊക്കെ മനസ്സിലായില്ലേ? പണിയെടുത്തിട്ടുണ്ട്. കയ്യ് പൊട്ടി ഒരു സഹായത്തിന് ഒരാള് വേണമല്ലോ. ആരെങ്കിലും യുദ്ധത്തിൽ തടവുകാരായി അടിമകളായി കൊണ്ടുവരപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചു നേരത്തേക്ക് ഒരു സഹായം വേണം. വേലക്കാരിയെ തേടിച്ചെന്നു ഇലാ ഹദറത്തി റസൂലില്ലാഹി. അള്ളാന്റെ ഹബീബിന്റെ മോൾക്ക് വേലക്കാരി വേണ്ട.
അത് റസൂലുള്ളാഹിയുടെ സുഹദാണ്, ഖനാഅത്താണ്. ഈ ഭൂമിയിൽ നിന്നും ഒരാസ്വാദനവും അവിടുന്ന് ഉൾക്കൊണ്ടിട്ടില്ല. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന് കാണുമോ എന്ന് ഭയന്നു. ഹസനും ഹുസൈനും ചെറുതാണ്. ആ മക്കളുടെ ശരീരത്തിൽ ഒരു ചെറിയ ലോഹത്തിന്റെ വള കിടക്കുന്നു. ഫാത്തിമ ബീവി ഭയന്നു പോയി, ഉപ്പ വന്ന് കാണുമോ? മക്കളാണെങ്കിൽ ആ വള ഒന്ന് ഊരിയെടുക്കാൻ സമ്മതിക്കുന്നില്ല. കുഞ്ഞുങ്ങളല്ലേ. ഫാത്തിമ ബീവി വേഗത്തില് ഈത്തപ്പനയുടെ ഓല കൊണ്ടൊരു ചെറിയ വളയുണ്ടാക്കി, കളിക്കോപ്പുകൾ ഉണ്ടാക്കി. ഉപ്പ വരുമ്പോഴേക്കും മക്കൾക്ക് അത് അണിയിച്ചിട്ട് ലോഹത്തിൻ്റെത് വലിച്ചൂരിയെടുക്കണം. ഉപ്പ കണ്ടാൽ അത് ഇഷ്ടപ്പെടൂല. ആ ഉപ്പാക്ക് ഈ ദുനിയാവ് വേണ്ട. ആ ഉപ്പാടെ ഔദാര്യമാണ് ഈ ദുനിയാവ്. വേണ്ടാതെ വെച്ച ദുനിയാവ് വേണ്ടാതെ വെച്ചു പോയ ഉപ്പയാണ്. ഫഇന്ന മിൻ ജൂദിക ദുനിയാ വഗറതഹാ വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മക്കളെ ബലം പിടിച്ചു ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഉപ്പ പഠിപ്പിച്ചത് അങ്ങനെയാണ്. ഐഷ ബിവിയോട് ചോദിച്ചല്ലോ, സ്വർഗത്തിൽ പോവണോ എന്നല്ല ചോദിച്ചത്. സ്വർഗത്തിൽ നീ പോവാം, പക്ഷെ എന്റെ കൂടെ സ്വർഗം, എന്റെ കൂടെ സ്വർഗം, എന്റെ കൂടെ സ്വർഗം, എന്റെ കൂടെ ഇതാ അറത്തില്ലുഹു ഖബി, എന്റെ കൂടെ സ്വർഗം. തുർമുദിയുടെ ജാമിഉലുണ്ട് ഹദീസ്. ഐഷ ബിവിയോട് ചോദിക്കാണ്, എന്റെ കൂടെ സ്വർഗമാണ് നീ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഇദാ അറത്തില്ലുഹു ഖബി ഫലക്ഫികി മിനദ് ദുനിയാ ഇല്ലാ കസാദിർ റാകിബി. യാത്രക്കാരൻ കൊണ്ടുപോകുന്ന ഭക്ഷണം എത്രയോ അത്രയേ ഈ ദുനിയാവിൽ നീ കരുതേണ്ടതുള്ളൂ. ഐഷ സയ്യിദുനാ റസൂലുള്ളാഹി അവിടുത്തെ ജീവിതം അതാണ്, അവിടുത്തെ ജീവിതം അതാണ്, അവിടുത്തെ ജീവിതം അതാണ്. അല്ലാഹുവേ, നിന്റെ ഇഷ്ടം കിട്ടാൻ അങ്ങനെ ജീവിക്കണമെന്നാ പഠിപ്പിച്ചത്. ജനങ്ങളുടെ ഇഷ്ടം കിട്ടാൻ ജനങ്ങളുടെ കയ്യിലുള്ളത് വേണ്ടാന്ന് വെച്ചോളൂ. അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടാൻ ദുനിയാവിന്റെ സുഖാസ്വാദനങ്ങൾ വേണ്ടാന്ന് വെച്ചോളൂ. തൊബറാനിയുടെ മുഅ്ജമുൽ കബീറിൽ ഹദീസ് ഖാല റസൂലുള്ളാഹി ദുല്ലനി അലാ അമലിൻ ഇദാ അനാ അമിൽതുഹു അഹബ്ബനി അല്ലാഹു വ അഹബ്ബനി അന്നാസ്. അള്ളാന്റെ ഹബീബിനോട് സ്വഹാബി ചോദിച്ചത്, അള്ളാഹ്ക്കും ഇഷ്ടം ഉണ്ടാവണം എന്നോട്, ആളുകൾക്കും ഇഷ്ടം ഉണ്ടാവണം, അങ്ങനെ വല്ല അമലുമുണ്ടോ? ഉണ്ട് മോനെ. ആളുകളുടെ കയ്യിലുള്ളതൊന്നും ആഗ്രഹിക്കാതിരിക്കാൻ ആളുകൾക്ക് വലിയ ഇഷ്ടമായിരിക്കും. 10 പൈസയുടെ ഉപകാരം ഇന്ന് വരെ അങ്ങേരെ കൊണ്ട് എനിക്കുണ്ടായിട്ടില്ല, പക്ഷെ മൂപ്പർക്കെന്നോട് വലിയ ഇഷ്ടമാണ്. ആ 10 പൈസയുടെ ഉപകാരം 10 പകുതിയാക്കിക്കോ, 5 പൈസയുടെ ഉപകാരം ഉണ്ടായാൽ മതി. അതോടുകൂടെ തീർന്നു, അതോടെ തീർന്നു. ആ പൈസ കടം ചോദിക്കണവരെ ആ സ്നേഹമൊക്കെ ഉണ്ട്. എല്ലാം കൂടെ നിന്ന് ചെയ്തു. ഒരു അത്യാവശ്യത്തിന് എന്തിനു ചോദിക്കാലോ എന്നൊരു ചാൻസ് ഉണ്ടെന്ന് ഓർത്താ കൂടെ നിന്നത്. ചോദിച്ചോടുകൂടി ഇതേ തീർന്നു. അതാ മനുഷ്യന്റെ അവസ്ഥ. ആളുകളുടെ കയ്യിലുള്ള ചോദിക്കാതിരുന്ന ആളുകൾക്ക് വലിയ ഇഷ്ടമാണ്. അള്ളാഹിന്റെ കയ്യിലുള്ള ചോദിച്ചുകൊണ്ടിരുന്നു, അള്ളാഹുവിന്റെ കയ്യിലുള്ള ചോദിച്ചുകൊണ്ടിരുന്നു. ദുനിയാവിലുള്ള വേണ്ട വെച്ചോ, അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. ഫാത്തിമ ബിയുടെ കയ്യിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, മോളെ ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട്, പോയിക്കോ. അപ്പൊ അടിമേനം കൊണ്ട് നല്ല അടിമേനായിട്ട് വരുന്ന ഓർത്ത് സഹായത്തിന് രാത്രിയാ ചെന്നത്. 2 ആൾ കിടക്കാൻ നേരായി. ഫാത്തിമ ബീവിയും അലി റളിയല്ലാഹു അൻഹു. ഇത് ആണുങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ടാണ് രാത്രി അലി വരുമ്പോഴേക്കും അങ്ങോട്ട് എത്തിയത്. മുഹമ്മദ് നബി സ്വഹീഹുൽ ബുഖാരി ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. 2 ആളുടെ ഇടയിൽ അങ്ങിരുന്നു ആ കട്ടിലിൽ. കട്ടിൽ എന്ന് പറയാവുന്ന അവർ കിടക്കാവുന്ന സൗകര്യത്തിൽ. എന്നിട്ട് 2 പേരോടും പറഞ്ഞു, ഉറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34, എത്രയായി? 100ആയി. ചൊല്ലിക്കോ. നിനക്ക് ഖാദിമിനെ വെച്ച് തരുന്നതിനേക്കാൾ നല്ലത് അതാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ക്ഷീണം ഉണ്ടാവില്ല എന്ന് ഈ ഹദീസ് പറഞ്ഞു തരുമ്പോൾ ഷെയ്ഖുന കാളമ്പാടി ഉസ്താദ് ബുഖാരിയുടെ ക്ലാസ്സിൽ ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ച് പറഞ്ഞതായി ഓർക്കുന്നു. അള്ളാഹു ഉസ്താദിന്റെ ഖബർ വിളിച്ചാക്കട്ടെ. ഇത് ചൊല്ലിയാൽ ക്ഷീണമുണ്ടാവില്ല എന്ന് ഷെയ്ഖുന ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞതായി ഓർക്കുന്നു. അള്ളാഹു അവിടുത്തെ ഖബർ വിളിച്ചാക്കട്ടെ. അങ്ങനെയാണ് ഈ 3 ദിക്റുകൾ കൊണ്ട് ക്ഷീണം മാറ്റാൻ പറ്റും. കിടക്കാൻ നേരവും സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. അങ്ങനെയാണ്. അപ്പൊ ജീവിതത്തിൽ ആ ദിക്ർ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇബ്രാഹിം നബി പറഞ്ഞു, 3 വിത്തതായി. 4ാമത്തെ വിത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണ്.
ലാ ഇലാഹ ഇല്ലല്ലാഹ് കുന്നാ ഇൻദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ ഞങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ സദസ്സിലിരിക്കുക. സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് പറയുന്നുണ്ട്. മഹാനായ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുത്ത സ്വഹാബിയാണ്. മദീനക്കാർക്ക് ഇൽമ പഠിപ്പിക്കാൻ വേണ്ടി നേരത്തെ ഹിജ്റ പോയ സ്വഹാബിയാണ്. വലിയ മഹാനാണ് മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. വലിയ പണക്കാരനായിരുന്നു. അവസാനം മരിച്ചു കിടക്കുമ്പോ ആ മയ്യത്ത് മറവ് ചെയ്യാൻ കഫൻ പുടവ തികഞ്ഞിട്ടില്ല. ഒരു പഴയ പുതപ്പ് മാത്രം തലയിലേക്ക് വലിച്ചിട്ടാൽ കാലുപുറത്ത്, കാലിലേക്ക് വലിച്ചിട്ടാൽ തലപുറത്ത്. എങ്ങനെ കഫൻ ചെയ്യുമെന്ന് ചോദിച്ചപ്പോ മഹാനായ ഹബീബായ നബിയുടെ പ്രിയപ്പെട്ട സ്വഹാബിയുടെ മയ്യത്ത് കഫൻ ചെയ്യാൻ ഇദ്ഖർ പുല്ലെന്ന് പറയുന്ന ഒരു പുല്ലുണ്ട് മക്കയിൽ അല്ലെങ്കിൽ മദീനയിൽ. ആ പുല്ല് കൊണ്ടുവന്നിട്ട് തല മൂടിക്കോ, കാലിന്റെ ഭാഗത്ത് ആ പുല്ല് വെച്ചുകൊണ്ട് കഫൻ ചെയ്തോ എന്ന് പറഞ്ഞ് സ്വന്തം കഫൻ പുടവയ്ക്ക് പോലും പണം തികയാതെ മരിച്ചുപോയ മഹാനായ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ സദസ്സിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഇങ്ങോട്ട് നബി തങ്ങൾ ചിരിച്ചിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഒരു സന്തോഷത്തിന്റെ ചോദ്യമുണ്ട്. സഹാബികളെ, അല്ലാഹ് കബൂലാക്കിയ 1000 പുണ്യം ഒരു ദിവസം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റോ? സുബൈ മുതൽ ഒരു 10 ദിവസത്തെ കൂട്ടിയാൽ തന്നെ ഒരു 65-70 മാക്സിമം ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ല? ഒരു സമൂഹം നോമ്പുതാറ നടത്തിന്ന് വെച്ചോ, എന്നാലൊരു 30 വരെയല്ലേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മളൊരു നോമ്പുറ നടത്തിയാൽ 30 നന്മയായിട്ട് കൂട്ടിക്കും. അല്ലാഹ് കബൂലാക്കിയ 1000 നന്മ ചെയ്യാൻ ഒരു ദിവസം നിങ്ങൾക്ക് സാധിക്കോ? പറ്റോ? സ്വഹാബത്ത് പറഞ്ഞു, നബിയെ നടക്കൂല കാര്യം. എന്ത് ചോദ്യ നബിയത്? ഒരു ദിവസം അല്ലാഹ് കബൂലാക്കിയ 1000 നന്മ ചെയ്യാൻ ഞങ്ങൾക്ക് ആർക്ക് പറ്റുന്നായി പറയുന്നത്? പറ്റും മോനെ, പറ്റും. അള്ളാന്റെ ഹബീബ് ദിക്ർ പറഞ്ഞു കൊടുത്തു. യുസബ്ബിഹു മിഅത തസ്ബീഹ, 100 സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ എത്ര? 100 സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ ഫയുക്തബു ലഹു 1000 ഹസന, 1000 നന്മ അല്ലാഹു രേഖപ്പെടുത്തി. ഔ യുഹത്തു അൻഹു 1000 ഖതിആ, 1000 പാപം അല്ലാഹു പൊറുത്തു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ദിക്റേതാ സുബ്ഹാനല്ലാഹ് എത്ര വട്ടം? 100 വട്ടം. നമ്മൾ ഹയാത്താക്കേണ്ട രാവിൽ ചൊല്ലേണ്ട ദിക്റുകളിൽ സുബ്ഹാനല്ലാഹയുടെ എണ്ണം മറക്കണ്ട. 100 സുബ്ഹാനല്ലാഹ് മഗ്രിബ് മുതൽക്ക് സുബഹി വരെ സമയമുണ്ട്, എപ്പോഴെങ്കിലും ചൊല്ലി വെച്ചാ മതി. ഇനി കേട്ടോളൂ, അൽഹംദുലില്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞല്ലോ, ഇമാം ബൈഹഖിയുടെ ശുഅബിലുണ്ട് ഹദീസ് അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല നബിയു, ഒന്നുകൂടി ഖാല റസൂലുള്ളാഹി അവ്വലു മൻ യുദ്ആ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് ആദ്യം വിളിക്കപ്പെടുന്നത് അല്ലദീന യഹ്മദൂനല്ലാഹ ഫിസ്സറാഇ വല്ലറാഇ, സങ്കടം വന്നപ്പോഴും സന്തോഷം വന്നപ്പോഴും ചൊല്ലാൻ മറന്നിട്ടില്ല. ഏത് ദിക്ർ? അൽഹംദുലില്ലാഹ്. ആ ദിക്ർ സങ്കടം വന്നപ്പോഴും സന്തോഷം വന്നപ്പോഴും ഒരുപോലെ ചൊല്ലാൻ മടി കാട്ടാത്തവരെ, നിങ്ങളെയാണ് സ്വർഗത്തിലേക്ക് ആദ്യം വിളിക്ക എന്ന് നബിയുനാ റസൂലുള്ളാഹി. അങ്ങനെ സ്വർഗത്തിലേക്ക് അവരെത്തുമ്പോഴും അവർ പറയും, സ്വർഗത്തിലേക്ക് എത്തിയത് ദിക്ർ ചൊല്ലിയിട്ടാ. സ്വർഗം കിട്ടിയത് ദിക്ർ ചൊല്ലിയിട്ടാ. ഇനി സ്വർഗത്തിൽ കയറിയിട്ട് ദിക്ർ ചൊല്ലി ഇനിയിപ്പോ എന്തുട്ടോ കൊടുക്ക? മനസ്സിലായില്ല? സ്വർഗം കിട്ടുന്നത് ദിക്ർ സ്വലാത്തൊക്കെ ചൊല്ലുമ്പോഴാണല്ലോ. അതൊക്കെ കൊടുത്ത് ഹിസാബൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോണ വഴിക്ക് ഫരീഖും ഫിൽ ജന്ന, അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞ് 2 സൈഡിലേക്ക് തിരിച്ചു വിട്ടു. വലത് സൈഡിൽ കൂടെ പോയവരൊക്കെ സ്വർഗത്തിലേക്കും ഇടത് സൈഡിൽ കൂടെ നരകത്തിലേക്കും. ഈ വലത് സൈഡിൽ കൂടെ പോയ പഹയൻ ഇവൻ ഇതിങ്ങനെ ചൊല്ലി അവസാനം എന്തായി? അവന്റെ വായിലിപ്പോ അൽഹംദുലില്ലാഹ് വരുള്ളൂ. അത് സ്വർഗത്തിൽ കയറിയിട്ട് ഇപ്പം ഇനിയിപ്പോൾ എന്താ പറഞ്ഞത്? സ്വർഗത്തിൽ കയറിയപ്പോ ഖുർആനാണിതേ. സ്വർഗത്തിൽ കയറി കഴിഞ്ഞു, ഓ ഇവിടം വരെ എത്തിയില്ല, സിറാത്തൊക്കെ കടന്ന് ഇങ്ങോട്ട് വന്നു. അവിടെ എത്തിക്കഴിഞ്ഞാൽ ആദ്യം എന്താ പറയാ? മനുഷ്യന്മാരെ, ജീവനുള്ള സാധനമാണല്ലോ ഈ നാവും വർത്താനൊക്കെ ഉള്ള ആള്. എൻ്റെ ആള് മൂപ്പര അവിടെ കയറിയിട്ട് അള്ളാഹുവിനെ ചിറ്റിക്കാൻ വേണ്ടി അങ്ങോട്ട് കയറി. എന്താ പറഞ്ഞേ? അൽഹംദുലില്ലാഹ്. ഇനി എന്ത് ചെയ്യും? ഇനി ഇതിനിപ്പോ എന്താ, ഇനി ആരെ കൂലി കൊടുക്കുക? മനസ്സിലായില്ല?
ഈ ഹിസാബ് എന്ന് പറഞ്ഞ കൂലി കൊടുക്കുന്ന പരിപാടിയാണല്ലോ. അതൊക്കെ കഴിഞ്ഞ് സ്വർഗം കൊടുത്ത് പറഞ്ഞിട്ട് ഇനി അതിനപ്പുറത്തേക്ക് കൊടുക്കാനില്ല. ഇതും വാങ്ങി അവിടെ വന്നിരുന്നിട്ട് പിന്നെയും പറഞ്ഞത് അൽഹംദുലില്ലാ. അതാണ് അൽഹംദുലില്ലാ എന്ന് ദിക്ർ. അതങ്ങോട്ട് പറഞ്ഞു തുടങ്ങിയ അല്ലാഹുവേ, അത് നാവിലതേ വരൂ. വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ. അൽഹംദുലില്ലാ ചൊല്ലി സ്വർഗത്തിലേക്ക് പോകുന്നവൻ വരുമ്പോഴേക്കേ സ്വർഗത്തിന്റെ കവാടം ഇങ്ങനെ മെല്ലെ മെല്ലെ തുറന്ന് വരുമെന്ന് പരിശുദ്ധ ഖുർആൻ. അവന്റെ വരവ് കാണുമ്പോൾ തന്നെ അവിടെ നിൽക്കുന്ന മലക്കുകൾ ഞെട്ടിപ്പോകും. പ്രോട്ടോകോൾ അനുസരിച്ച് വരുന്നവനാണ് അവിടെ നിൽക്കുന്നവനോട് സലാം പറയേണ്ടത്. പക്ഷെ അൽഹംദുലില്ലാ ചൊല്ലി വരുന്നവൻ മഹാനായതുകൊണ്ട് അവിടെ നിൽക്കുന്ന മലക്ക് പ്രോട്ടോകോൾ തെറ്റിച്ചിട്ട് അങ്ങോട്ട് സലാം പറയും. വഖാല ലഹും ഖസനതുഹാ സലാമുൻ അലൈക്കും. മലക്ക് അങ്ങോട്ട് വരുന്നവനോട് നിൽക്കുന്നവൻ അങ്ങോട്ട് പ്രോട്ടോകോൾ തെറ്റിച്ച് സലാം പറയുമെന്ന് സൂറത്ത് സുമർ പരിശുദ്ധ ഖുർആൻ. സലാം അടക്കം അവരിഞ്ഞ് സ്വർഗത്തിലേക്ക് കയറുമ്പോ തന്നെ അവർ പറയും വഖാലുൽ ഹംദുലില്ലാഹില്ലദീ സദഖനാ വഅദഹ. വാക്ക് പാലിച്ച അല്ലാഹ്, വാക്ക് പാലിക്കാൻ ഞങ്ങൾക്കും കഴിഞ്ഞു അല്ലാഹ്. അൽഹംദുലില്ലാഹ് പറയാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതിന്റെ കൂലി എവിടെയാണെന്ന് അല്ലാഹുവിനറിയാം. അതാണ് ലൈലത്തുൽ ഖദറിൽ നമ്മൾ ചൊല്ലേണ്ട ദിക്ർ. മൂസാ നബി അല്ലാഹുവോട് ചോദിച്ചല്ലോ, പടച്ചോനെ അല്ലാഹുവേ, മഹാനായ ഇമാം ബഗവി അവിടുത്തെ ശറഹ് സുന്നയിൽ ഒരു ഹദീസ് പറയുന്നതായി കാണാം. നേരം വൈകിട്ടുണ്ട്, ഞാൻ വേഗം അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. അൻ നബി സഈദിൽ ഖുദ്രി ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞുവത്രേ, ഖാല മൂസ യാ റബ്ബി അല്ലിംനി ശൈഅൻ അദ്കുറുക ബിഹി വഅദ്ഉക ബിഹി. അല്ലാഹുവേ, എനിക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? ഞാൻ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ നിന്നോടത് ചൊല്ലി ദുആറക്കാൻ വല്ലതും ചൊല്ലാൻ തരുമോ അല്ലാഹ്? അങ്ങനെയുണ്ടല്ലോ, വല്ലതും ചൊല്ലാൻ തരുമോ? അങ്ങനെ ചോദിച്ചു നടക്കുന്ന ആളുകളുണ്ട്. വല്ലതും ചൊല്ലാൻ തരുമോന്ന് എന്തിനൊക്കെ ചൊല്ലാം. മൂസാ നബി അല്ലാഹു ചോദിച്ചപ്പോൾ അല്ലാഹു കൊടുത്തെന്താ തരുമോ? അല്ലാഹു പറഞ്ഞു ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോ മൂസാ നബിയെ. ഇഷ്ടപ്പെടുവോ? അള്ളാഹുവിന്റെ കലീമിനോട് ഇപ്പൊ ഇതാ കൊടുക്ക. അള്ളാഹുവിന്റെ കലീമ് ചോദിച്ചാൽ അതാണോ കൊടുക്ക? അള്ളാഹുവോട് മൂസാ നബി ചോദിച്ചു. നമ്മൾ ചിന്തിക്കേണ്ട, മൂസാ നബി തന്നെ അത് ചിന്തിച്ചിരുന്നു. യാ റബ്ബി കുല്ലു ഇബാദിക യഖൂലു ഹാദാ. എല്ലാവരും ചൊല്ലണതല്ലേ, ഞാൻ നിന്റെ കലീമല്ലേ, നീ എനിക്ക് എന്തെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് തരാ? ഇന്നമാ ഉരീദു ശൈഅൻ തഖസ്സുനി ബിഹി. ഞാൻ മാത്രം ചൊല്ലാവൂ, എനിക്ക് മാത്രമേ ചൊല്ലാൻ കിട്ടാവൂ, ഇതുവരെ ആരും ചൊല്ലിയിട്ടില്ല. അങ്ങനെയുള്ള ശ്രേഷ്ഠകരമായ ഒരു വെറൈറ്റി ദിക്റാ ഞാൻ ചോദിച്ചത്. അല്ലാഹു മൂസാ നബിയോട് പറഞ്ഞ വർത്താനുണ്ട്. യാ മൂസ ലൗ അന്ന സമാവാതി സബ്അ വആമിറഹുന്ന ഗൈരി വൽ അർളീന സബ്അ വലഅന ഫീ കഫത്തിൻ വലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ കഫത്തിൻ ലമാലത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആകാശത്തിലും ഭൂമിയിലുമുള്ള സർവ്വ മലക്കുകളും സർവ്വ സൃഷ്ടികളും, ഞാനല്ലാത്ത എൻ്റെ സർവ്വ സൃഷ്ടി ചരാചരങ്ങളും, അല്ലാഹു അല്ലാത്ത അവന്റെ സർവ്വ സൃഷ്ടി ചരാചരങ്ങളും ചെയ്ത എല്ലാ അമലും കൊണ്ടുവന്ന് ഒരു തുലാസിന്റെ ഒരു തട്ടിൽ വെച്ച് അപ്പുറത്ത് ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒറ്റക്ക് വെച്ചാൽ അത് ചൊല്ലണ്ട പോലെ ചൊല്ലിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെങ്കിൽ ഭാരം കൂടുതൽ ആ ഒരൊറ്റ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെന്ന് അല്ലാഹു മൂസാ നബിയോട് മറുപടി പറഞ്ഞു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 5 ദിക്റിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞു. ഇനി അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മഹാനായ ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാം മകനെ അറുക്കുമ്പോ ആ മുറിവ് സാധ്യമല്ലാതെ വരുമ്പോ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ പരീക്ഷണത്തിൽ വിജയിക്കുമ്പോൾ മഹാനായ മലക്ക് ജിബ്രീൽ വിളിച്ചു പറഞ്ഞ ദിക്റാണ് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മലക്കുകൾ വിളിച്ചു പറഞ്ഞു, ഇബ്രാഹിം നബി വിളിച്ചു പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഇബ്രാഹിം നബി വിളിച്ചു പറഞ്ഞതാണ്. മഹാനായ ഇസ്മായിൽ നബി അറവ് നടക്കാത്തപ്പോ അവിടെ കിടന്ന് മഹാനവറുകൾ വിളിച്ചു പറഞ്ഞതാണ് അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അതാര് വിളിച്ചു പറഞ്ഞ? ഇസ്മായിൽ നബി. മനസ്സിലായില്ലേ?
ആ തക്ബീർ 3 പാർട്ടാണ്. ഒന്നുകൂടി, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ആര് പറഞ്ഞു? മലക്കുകൾ ജിബ്രീലിന്റെ നേതൃത്വത്തിൽ അലൈഹിസ്സലാം. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ തൗഹീദിന്റെ പ്രചാരകൻ വിളിച്ചു പറഞ്ഞു. അത് ആര്? സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. അറവിൽ നിന്നും എന്റെ ഉപ്പ രക്ഷപ്പെട്ടല്ലോ, ഉപ്പ പ്രിയപ്പെട്ട ഉപ്പ പരീക്ഷണത്തിൽ വിജയിച്ചല്ലോ, കൂടെ ഞാനും വിജയിച്ചല്ലോ. മകൻ വിളിച്ചു പറഞ്ഞു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അള്ളാഹുവിന് ഹംദ് പറഞ്ഞല്ലോ. അല്ലാഹു അക്ബർ ഒരു വലിയ ദിക്റാണ്. നിസ്കാരത്തിന്റെ തുടക്കം എന്താ? ഫർളായ ഒരു തക്ബീറാണ്, തക്ബീറത്തുൽ ഇഹ്റാം. ആ ദിക്ർ നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമാണല്ലോ. നിസ്കാരത്തിൽ തഹ്രീം കൊണ്ടുവരുന്നത് അതുവരെയുള്ള പലതിനെയും അടച്ചുപൂട്ടി ഇനി അത് ആവർത്തിക്കൽ ഇവിടെ ഹറാം എന്ന രീതിയിൽ തക്ബീറത്തുൽ ഇഹ്റാം. അല്ലാഹു അക്ബർ എന്ന ദിക്റാണ്, വലിയ ശ്രേഷ്ഠതയാണ്. ഒരെണ്ണം കൂടി പറയാം, 5-ാമത്തെ ആ ദിക്ർ. 5 ഒരുമിച്ച് പറഞ്ഞതിൽ 5-ാമത്തേത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം. അബൂദർ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി കൊടുക്കുന്ന ഉപദേശം നസായി ഇമാമിന്റെ സുനനിലുണ്ട് ഹദീസ്. ഔസാനി ഖലീലി അബുൽ ഖാസിം അൻ ഉക്സിറ മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം ഫഇന്നഹാ മിൻ കുനൂസിൽ ജന്ന. മഹാനായ അബൂദറിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു റളിയല്ലാഹു അൻഹു, മോനെ നിന്നോട് ഞാൻ വസിയ്യത്ത് പ്രാധാന്യത്തിൽ പറയട്ടെ. അതായത് ഞാൻ വഫാത്തായാലും നീ മുടക്കല്ലേ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഞാൻ വഫാത്തായാലും നീ മുടക്കല്ലേ. ഔസാനി മരണത്തോട് ബന്ധപ്പെടുത്തി ഞാൻ മരിച്ചാലും നീ മുടക്കല്ലേ എന്ന് പറയുന്ന കാര്യത്തിന് വസിയ്യത്ത് എന്ന് പറയാ. ഞാൻ വസിയ്യത്തായി പറയട്ടെ, നീ ലാ ഹൗല വർദ്ധിപ്പിക്കണേ. കാരണം അത് സ്വർഗത്തിന്റെ നിധിയാ. സ്വർഗത്തിന്റെ നിധി 4 അതിൽ 4-ാമത്തെ നിധി ലാ ഹൗലയാ സയ്യിദുനാ റസൂലുള്ളാഹി. സ്വർഗത്തിന്റെ നിധി 4 സ്വർഗത്തിന്റെ നിധി 4. ആ 4 4-ാമത്തേത് ലാ ഹൗലയാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല, കേട്ടോളൂ. ഇമാം നസായി അവിടുത്തെ സുനനുൽ കുബ്രയിലെ ഹദീസ് പറയുന്നുണ്ട്. മറ്റൊരു ഹദീസ് കേട്ടോ, മൻ ഹൗഖല മിഅത മറ ലം തുസിബഹു ഫാഖത്തുൻ അബദാ. ലാ ഹൗല 100 ചൊല്ലുന്ന ആൾക്ക് ഒരിക്കലും ദാരിദ്ര്യമില്ലാതെ എല്ലാ ദിവസവും ചൊല്ലേണ്ട ദിക്റാണ്. സയ്യിദുനാ റസൂലുള്ളാഹി ലാ ഹൗല 100 ചൊല്ലുന്ന ആൾക്ക് ദാരിദ്ര്യമില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരുപാട് ചരിത്രങ്ങളുണ്ട് സംബന്ധമായി ഞാൻ പറയുന്നില്ല. പിന്നെ ഉള്ളത് അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസ നബിയോട് പറഞ്ഞു ചൊല്ലാൻ, അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ അല്ലേ? എത്ര എണ്ണം പറഞ്ഞു? ഇപ്പൊ 10 ടോട്ടൽ പറഞ്ഞു. 8 ഇപ്പൊ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. 1 അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. 100 ചൊല്ലാവുന്നതാണ്, ഇഷ്ടമുള്ള എണ്ണം. 2 അസ്തഗ്ഫിറുല്ലാഹ് 100 ചൊല്ലിയിരിക്കണം. 1000 വരെ ചൊല്ലിയാൽ നന്നായിരുന്നു. 3 പറഞ്ഞ സ്വലാത്താണ്. 1000 എന്തായാലും ചൊല്ലണം. ഇപ്പൊ 3 പറഞ്ഞില്ലേ? ഇനി പറഞ്ഞ 5 ഒരുമിച്ച് പറഞ്ഞത് 100 അതിന്റെ കോഴ്സ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പെട്ടായി 8 നിൽക്കാം. 9-ാമത്തേത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അത് സംബന്ധമായിട്ടൊരു ഹദീസ് പറയാം. ഇമാം ഹാക്കിമിന്റെ മുസ്തദ്രക്കിൽ കാണാം, മഹാനായ ഇമാം അഹ്മദിന്റെ മുസ്നദിൽ കാണാം. വേഗം അവസാനിപ്പിക്കുന്നു. ഖാല റസൂലുള്ളാഹി ദഅവതു ദിന്നൂനി ഇദ്ദഅ വഹുവ ഫീ ബത്നിൽ ഹൂതി ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. മഹാനായ യൂനുസ് നബിയുടെ ഈ ദുആ, ഇന്നഹു ലം യദഉ ബിഹാ മുസ്ലിം ഫീ ശൈഇൻ ഖത്തു ഇല്ല ഇസ്തജാബല്ലാഹു ലഹു ബിഹാ. ഈ ദുആ ചൊല്ലിയിട്ട് ആരെങ്കിലും അല്ലാഹുവോട് ദുആ എന്നാൽ, ഈ ദിക്ർ ചൊല്ലിയിട്ട് അല്ലാഹുവോട് ആരെങ്കിലും ദുആ എന്നാൽ അതിന്റെ ഉത്തരം തടയപ്പെടുന്നതല്ല, അതിന് വേഗത്തിലുള്ള മറുപടി ഉണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നാസിറുദ്ദീൻ അൽബാനി ഹദീസ് സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അഹ്മദ് ഇമാമിന്റെ മുസ്നദിലുണ്ട്, ഇമാം ഹക്കീമിന്റെ മുസ്തദരക്കിലുണ്ട്. ഏതാണ് ദിക്ർ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഗർഭിണി ഇത് വർദ്ധിപ്പിക്കൽ നല്ലതാ, അപകടങ്ങൾ ഉണ്ടാവില്ല.
ഇത് ദുആഉൽ ഖർബിൽപ്പെട്ട ദിക്റാണ്. ഇത് വർദ്ധിപ്പിക്കൽ നല്ലതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി 10ാമത്തെ ദിക്റാണ് തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംറിൻ സലാം. സലാം പറയും ആര്? മലക്കുകൾ സലാം പറയുന്ന രാവല്ലേ? മലക്കുകൾ സലാം പറയുന്ന രാവായതുകൊണ്ട് സലാമിന്റെ ആയത്ത് ഓതണം. അതൊരു പ്രധാന ദിക്റാണ്. ഈ ദിക്ർ എന്ന് പറയുന്നത് അള്ളാഹനെ ഓർക്കാൻ പറ്റുന്ന എല്ലാ വാക്കുകൾക്കും ദിക്ർ എന്ന് പറയാം. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, അത് മലക്കുകൾ സലാം പറയുന്ന രാവാണ്. അത് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് നിൽക്കൽ പുണ്യമാണ്. നേരത്തെ പറഞ്ഞ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എണ്ണം പറയാൻ വിട്ടുപോയി 100 അത് 100. പറ്റുമെങ്കിൽ 100 അല്ല 33 ചൊല്ലാം. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എണ്ണം ഞാൻ പറയുന്നില്ല, പക്ഷെ അതിന്റെ ശരിയായ എണ്ണം 1479. ഇത്തിരി സമയം എടുക്കരുത്, ചൊല്ലി അറിയാൻ 50 മിനിറ്റ് വേണം. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഒറ്റയടിക്ക് ചൊല്ലണ്ട. രാത്രി നേരം കിട്ടില്ല എന്ന് പറഞ്ഞാ രാത്രിയിൽ അവസാനിച്ചാൽ മതി. പകൽ മുതലേ ചൊല്ലി വെച്ചോ, കുറച്ച് രാത്രിയിൽ അവസാനിപ്പിച്ചാൽ മതി. ഏതാണ് ദിക്ർ? സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ഏതൊരു ആവശ്യം നടക്കാനും 1479 എണ്ണം മറക്കണ്ട. 1479 പ്രാവശ്യമാണ് ആ ദിക്റിന്റെ കണക്ക്. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം 1479. ഇങ്ങനെ 10 ലൈലത്തുൽ ഖദ്ർ ഹയാത്താക്കുന്ന ഒരു മനുഷ്യര് ഈ 10 ദിക്റുകൾ ആദ്യം പറഞ്ഞത് മറന്നു പോരട്ടെ. ഉറക്കമൊക്കെ ക്ഷീണമൊക്കെ മാറ്റിയിട്ട് വേണം ഹയാത്താക്കാൻ. ചില ആളുകൾ ലൈലത്തുൽ ഖദ്ർ ഹയാത്താക്കാൻ വന്ന് ഇരിക്കുമ്പോൾ തന്നെ അവര് റാത്തീബിന് വന്ന് ഇരിക്കണ മാതിരി. കാരണം റാത്തീബിന് ഇരുന്ന് കുറച്ച് കഴിഞ്ഞാൽ ആട്ടം തുടങ്ങും. അപ്പൊ ഹയാത്താക്കാൻ വന്ന് ഇരിക്കുമ്പോൾ തന്നെ തുടങ്ങും ആട്ടം. അത് പറ്റൂല. ഹയാത്താക്കാൻ വരുന്നവരെ ഹയാത്താക്കാനായിട്ട് തന്നെ വരണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ പാലിക്കാൻ അനുഭവിക്കാൻ ഭാഗ്യം നൽകട്ടെ. അറിവിൽ ബർക്കത്ത് നൽകട്ടെ. അമൽ ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ. ഇലാ ഹളറത്തു നബിയിനാ വ ഹബീബിനൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം وإلى أرواح أهل الخير كلهم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما تقدموا لأنفسكم من خير تجدوه عند الله هو خيرا وأعظم أجرا واستغفروا الله إن الله غفور رحيم. أستغفر الله 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 العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما صلى الله على محمد صلى الله عليه وسلم 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 اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين فاعلم أنه لا إله إلا الله 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 محمد رسول الله صلى الله عليه وسلم. أعوذ بالله من الشيطان الرجيم.
أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أستغفر الله العظيم. أستغفر الله العظيم. أستغفر الله العظيم. القديم الكريم الرحيم الذي لا إله إلا هو الحي القيوم من كل ذنب أذنبته عمدا أو خطأ أو سرا أو علانية أو صغيرا أو كبيرا وأتوب إليه من الذنب الذي أعلم ومن الذنب الذي لا أعلم إنك أنت علام الغيوب. أستغفر الله عن جميع ما كره الله قولا وفعلا وعملا وخاطرا وناظرا. يا أيها الذين آمنوا توبوا إلى الله توبة നസൂഹാ. ഞങ്ങളുടെ തമ്പുരാനേ, ഞങ്ങൾ നിന്നോട് അറിഞ്ഞു ചെയ്ത ദോഷത്തിനെ തൊട്ടും അറിയാതെ ചെയ്ത ദോഷത്തിനെ തൊട്ടും മറഞ്ഞു ചെയ്ത ദോഷത്തെ തൊട്ടും പരസ്യമായി ചെയ്ത രഹസ്യമായി ചെയ്ത എല്ലാ വൻദോഷത്തെ തൊട്ടും എല്ലാ ചെറുദോഷത്തെ തൊട്ടും ഞങ്ങളെല്ലാവരും നിന്നോട് ഖേദിച്ച് പേടിച്ച് മടങ്ങുന്നു തമ്പുരാനേ. റബ്ബനാ റബ്ബനാ ളലംനാ അൻഫുസനാ وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ഞങ്ങളുടെ തമ്പുരാനേ, ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ശരീരത്തോട് അനേകം കുറ്റങ്ങളും ദുർമര്യാദകളും ഏറ്റമേറ്റം ചെയ്തു നടന്ന അടിയാറുകളാകുന്നു. തമ്പുരാനേ, നിന്റെ റഹ്മത്ത് എന്ന തൗബ എന്ന വാതിൽക്കൽ ഞങ്ങളെല്ലാവരും ഖേദിച്ച് മടങ്ങിയിരിക്കുന്നു. തമ്പുരാനേ, ഇനി ഒരിക്കലും ഒരു ദോഷത്തിലേക്കും മടങ്ങുകയില്ലെന്ന് ഞങ്ങളെല്ലാവരും ഖൽബ് കൊണ്ട് നല്ലവണ്ണം കരുതി ഉറപ്പിച്ചു. തമ്പുരാനേ, നീ ഞങ്ങളുടെ ദോഷങ്ങൾ പൊറുത്ത് തൗബയെ കബൂൽ ചെയ്യണം. തമ്പുരാനേ, നിന്റെ കൃപ കൊണ്ടും നിന്റെ ഹബീബ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബറക്കത്ത് കൊണ്ടും നീ ജഹന്നം എന്ന നരകത്തെ തൊട്ട് ഞങ്ങളെ സലാമത്താക്കണം. തമ്പുരാനേ, റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ
بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ഞങ്ങളുടെ തമ്പുരാനേ, നീ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗബയും നേർവഴിയും ദീൻ ഇസ്ലാമും തന്നതിനു ശേഷം അത് വിട്ട് നീ ഞങ്ങളെ എല്ലാവരെയും ഞങ്ങളുടെ എല്ലാവരുടെയും ഖൽബിനെ നിന്റെ ശത്രുവായ ശൈത്വാൻ ഇബ്ലീസിന്റെ വാക്കുകളിലും പ്രവർത്തികളിലും ആക്കിക്കളയല്ലേ തമ്പുരാനേ. നിന്റെ അടുക്കലുള്ള റഹ്മത്തിനെ ഞങ്ങൾക്കെല്ലാവർക്കും നീ ഓശാരമായി തരണേ തമ്പുരാനേ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അലൈഹാ നഹ്യാ വഅലൈഹാ നമൂതു വഅലൈഹാ നുബ്അസു ഇൻഷാ അല്ലാഹ്. ഞങ്ങളുടെ തമ്പുരാനേ, നീ ഞങ്ങളെ എല്ലാവരെയും ഈമാനോടുകൂടെ മരിപ്പിച്ച് ഖബറിലകം കടത്തി ഖബറിൽ നിന്ന് വീണ്ടും ഹയാത്തിട്ട് മഹ്ശറയിലേക്ക് യാത്രയാക്കിയാൽ നന്മയും തിന്മയും എഴുതപ്പെട്ട 7 കിതാബിനെ ഞങ്ങളുടെ വലത് കൈയിൽ തരീപ്പിച്ച് സ്വർഗത്തിൽ അകം കടത്തി നിന്റെ ലിഖാഇനെയും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൃക്കല്യാണത്തെയും ഞങ്ങളുടെ 2 കണ്ണുകൊണ്ട് കാണുവാനും അതിൽ കൂടുവാനും ഏറ്റം ഉദവി ചെയ്യണം തമ്പുരാനേ. തമ്പുരാനേ, ബിഹഖി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ബിഹഖി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ബിഹഖി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم اجعلنا من التوابين وجعلنا من المتطهرين وجعلنا من عبادك الصالحين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت وأستغفرك وأتوب إليك يا رب العالمين. അള്ളാഹുവെ സ്വീകരിക്ക തമ്പുരാനെ, തൗബ കബൂലാക്ക് അല്ലാഹ്. ചെയ്ത പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്. നല്ലൊരു മനുഷ്യനായി ജീവിക്കാൻ ഭാഗ്യം നൽകുക അല്ലാഹ്. റമളാൻ കൊണ്ട് ഖൽബ് കഴുകിത്തരണേ അല്ലാഹ്. ഞങ്ങളുടെ അമലുകൾ നീ പരിഗണിക്കണേ അല്ലാഹ്. ഞങ്ങൾ ചെയ്ത അമലുകൾ ബാത്തിലാവാനും അത് കബൂലാവാതിരിക്കാനുമുള്ള പ്രവർത്തനങ്ങൾ അതിനോടനുബന്ധമായി പിന്നെയൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടാകാം. ഞങ്ങളുടെ പ്രവർത്തികൾ കൊണ്ട് തന്നെ ഞങ്ങളുടെ അമല് പൊളിയല്ല അല്ലാഹ്. അല്ലാഹുവേ, മാരക രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്.
അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. അപകടമരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാഹ്. ദുആ വസിയത്ത് ഏൽപ്പിച്ചവരുടെ ആവശ്യം നിറവേറ്റണേ അല്ലാഹ്. ഞങ്ങളുടെ മഹല്ലിൽ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ സദസ്സിൽ പങ്കെടുക്കുന്ന സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ഹലാലായ മുറാദുകൾ ഹസ്സലാക്കണേ അല്ലാഹ്. ഇവിടെ പങ്കെടുക്കുന്നവരുടെ രോഗങ്ങൾ ശിഫയാക്കുക അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബത്തിലും കുടുംബക്കാരിലും ഐശ്വര്യം നൽകുക അല്ലാഹ്. വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങളെ അടുപ്പിച്ചു കൊടുക്കുക അല്ലാഹ്. അല്ലാഹുവേ റബ്ബെ, വീട് പണിയുമായി ബന്ധപ്പെട്ടവർക്ക് എളുപ്പമാക്കുക അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ആയുസ്സിൽ ബറക്കത്ത് നൽകുക അല്ലാഹ്. ഒരുപാട് റമളാൻ വരവേൽക്കാൻ നീ ഭാഗ്യം നൽകുക അല്ലാഹ്. അല്ലാഹുവേ റബ്ബെ, വൈവാഹിക ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്നവർക്ക് വേണ്ടി ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇബ്ലീസ് ഇടപെടല്ലേ അല്ലാഹ്. സലാമത്തിലാക്കണേ അല്ലാഹ്. അവസാനം നന്നായി മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ربنا ارحمهم كما ربونا صغارا بفضله صلى الله على محمد صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.